ായിരിക്കുന്നുവല്ലോ കർത്താവെ. പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥകളും കർത്താവെ, കർത്താവ് സംഭവങ്ങൾ, അന്ത്യകാലത്തിന്റെ സംഭവവികാസങ്ങൾ ഓരോന്നും തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അറിയുമ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ട ഓരോരുത്തരെയും കർത്താവെ നിന്റെ കരത്താൽ, നിന്റെ വചനത്താൽ കർത്താവ് അങ്ങ് താങ്ങി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നേരം അപ്പാ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമാറാകട്ടെ കർത്താവെ. ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകണമേ അപ്പാ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ഞങ്ങൾ ഒരുക്കണമേ അപ്പാ. യേശു കാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവെ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മമനുഷ്യന് യോഗ്യതമായി തീർക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെട്ട ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുന്ന യോഗ്യമാകുന്ന നിലവാരത്തിൽ ഈ നാളുകൾ ഞങ്ങളിൽ പരിശുദ്ധാത്മാവെ ഒരുക്കിയെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ, വിശ്വാസത്തിൽ ഒരു മുന്നേറ്റം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് പകൽ നേരം ഇടപെടണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ സ്തോത്രം നമ്മൾ ഓരോരുത്തരും അടുത്ത് വരുമ്പോൾ ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്തൊരു ഭാഗ്യമാണ് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നുള്ളത്. ലോകമനുഷ്യർ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ലോകത്തിലുള്ളതിനെ നോക്കിക്കൊണ്ട് സ്തോത്രം അവൻ ഭാരം അനുഭവിക്കുകയാണ്. ലോകത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും, ലോകപ്രകാരമുള്ള എന്തെങ്കിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്നുണ്ടാകും, അവർക്ക് അതാണ് എപ്പോഴും ഭാരമായിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പാടി ആരാധിച്ചു അല്ലേ? നമ്മൾ പാടി ആരാധിച്ചപ്പോൾ കർത്താവ് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നു അല്ലേ? നാമും അതേ മാതൃക നമ്മൾ ചെയ്യുന്നവരായിരിക്കണം, വില കൊടുക്കണം. ആമേൻ. നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായിട്ട് എണ്ണേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് വേണ്ടി ജീവൻ വേണ്ടിഞ്ഞവൻ നമ്മോടുകൂടെയുണ്ട്. കർത്താവ് നമുക്ക് നല്ലൊരു മാതൃകയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് പകൽ നേരം നമ്മൾ പ്രാർത്ഥനയുടെ കൂടെ ആയിരുന്നു. പല വിഷയങ്ങളെ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. നമുക്ക് ദൈവസന്നിധിയിൽ അല്പം നേരം ചില വചനങ്ങളെ ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധി നമുക്ക് താണിരിക്കാം. തിമോത്തിയോസ് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ആഴമുള്ള ഒരു പദമാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ഇത് എഴുതുമ്പോൾ, തിമോത്തിയോസിന് എഴുതി കൊടുക്കുമ്പോൾ സഭയ്ക്കാണിത് ആപ്ലിക്കബിൾ ആകി വരുന്നത്. വിശേഷിച്ച് ശുശ്രൂഷകരായിരിക്കുന്ന സകലർക്കും ഈ ദൈവവചനം സ്തോത്രം അവർക്ക് ബാധകമാണ്. അവർക്ക് നല്ല മാതൃക കാണിക്കുവാനാണ് ദൈവം സ്തോത്രം ശുശ്രൂഷയ്ക്കായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ശുശ്രൂഷിക്കുന്ന വ്യക്തി മുമ്പിൽ തിരിച്ചറിയണം, ഞാൻ എനിക്ക് വേണ്ടി ജീവൻ നൽകിയവന് വേണ്ടി ഞാനും എൻ്റെ ജീവനെ യാഗമാക്കണം. ആമേൻ. അങ്ങനെ ഒരു വലിയ ദൗത്യത്തിലാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അടുത്തു വരുന്നത്. രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന എല്ലാവരും ആ നിലവാരത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അടുത്തത് അവിടെ ആ വചനം ശ്രദ്ധിച്ചോ? സ്തോത്രം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ കൂടെ, ആമേൻ, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. ആ സഹിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് ഒരു ദൈവദാസനെ എത്തിക്കുമ്പോൾ, ഒരു ദൈവവൈതലിനെ എത്തിക്കുമ്പോൾ അതിനെ സഹിച്ചു മുന്നേറുവാനായിട്ട് ഇടയായി തീരണം. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പൗലോസിന്റെ ഈ ലേഖനം ഇത് പറഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക്, അടുത്ത അധ്യായങ്ങളായിട്ട് തിരിച്ചതൊക്കെ പിന്നീടാണെങ്കിലും പൗലോസ് അടുത്ത വിഷയങ്ങളിലേക്ക് പറഞ്ഞു വരുന്നു പറഞ്ഞാൽ അന്ത്യകാലത്തിലേക്ക് വരികയാണ്. അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ പൗലോസ് ചെയ്യുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അന്ന് നടക്കുന്ന വിശേഷതകളെ കുറിച്ചൊക്കെ പൗലോസ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാവായിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന ചില മേഖലകളുണ്ട്.
അവിടെ ഉറപ്പ് വന്നതിന് ശേഷമാകണം അന്ത്യകാലത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ശ്രോതാവായിരിക്കുന്ന ശുശ്രൂഷകൻ തിമത്തിയോസ്, സ്തോത്രം, ശുശ്രൂഷകരായി ഈ പദ്ധതിയിലേക്ക് വരുന്നവരെല്ലാവരും സ്തോത്രം ഗ്രഹിക്കുവാൻ. ആമേൻ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ നോക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ. അപ്പോൾ മരിച്ചാൽ, കർത്താവിനോട് കൂടെ മരിച്ചാൽ, അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ. അപ്പൊ ജീവിക്കണമെങ്കിൽ മരിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ ദുരുപദേശങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് ഇവിടെ ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ഇവിടെ ക്രിസ്തുവിന്റെ നാമത്തിൽ മരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിക്കാൻ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വില കൊടുത്താലേ മരിക്കാനായി ഏൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേ? ഹല്ലേലൂയ. അത് വെറുതെ ചുമ്മാ തട്ടുമുട്ട് കേസ് പറഞ്ഞാലൊന്നും പ്രാണന്റെ വിഷയങ്ങളൊന്നും അനങ്ങില്ല. അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പ്രാണനെ തൊടുന്ന കാര്യങ്ങളിലേക്കൊന്നും വരത്തില്ല. ആമേൻ. പ്രാണനെ തൊടുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ചലനങ്ങൾ ഉളവാക്കത്തുള്ളൂ. മരണഭീതി ഉളവാകുന്ന അനുഭവങ്ങളിലൂടെ പൗലോസ് കടന്നുപോയപ്പോഴാണ് ലേഖനങ്ങൾക്ക് ജീവൻ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പൗലോസ് മരണ സദൃശ്യമായ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങൾക്ക് ജീവൻ വന്നു. അപ്പോൾ പൗലോസ് ഒരു കാര്യം പറയുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെയുണ്ട്. താൻ പറയുന്നത് ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. താൻ മരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ഇന്നത്തെ മനസ്സിലാക്കണം. അവസാന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് സ്വതന്ത്രം ജീവനെ കൊടുക്കുവാൻ ഇന്ന് ഒത്തിരി പ്രസ്ഥാനങ്ങൾ, ഒത്തിരി സഭകൾ ഇവിടെ സെറ്റപ്പ് ആകാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും ഇവിടെ സെറ്റപ്പ് ആകുവാൻ എങ്ങനെ എങ്ങനെ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ സമ്പത്ത് വർദ്ധിക്കാം, ജോലിയിൽ ഉയർച്ച നേടാം, വിദ്യാഭ്യാസത്തിൽ വർധന വരാം. ഇതൊന്നും ബൈബിളിന്റെ വിഷയമല്ല. ശ്രദ്ധിക്കണം. ഒരു ദൈവ പൈതലിനെ കർത്താവ് നടത്തുവാൻ വ്യക്തിപരമായും വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിക്കൊണ്ടു പോകും. അല്ലാതെ അതിൻ്റെ അകത്ത് ദൈവകൃപയിൽ ഇരിക്കുന്നവനുണ്ട്, കൃപാവരങ്ങൾ പ്രാപിച്ചവരുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവർ കാണാം. അപ്പോൾ തന്നെ പിന്മാറ്റക്കാരനും കർത്താവിന്റെ നാമത്തിൽ ദൂഷിപ്പുണ്ടാക്കുന്നവനൊക്കെ ഈ കാറ്റഗറിയിൽ പെടും. അവനെല്ലാവരും അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ ശരിയാകുമോ? അപ്പോൾ എല്ലാവരും വാരിക്കോരി അനുഗ്രഹം കൊടുക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് എവിടെയെങ്കിലും പ്രസംഗം ഉയർന്നാൽ ശ്രദ്ധിച്ചോണം. പൗലോസ് ഈ പറയുന്ന വചനത്തിന് ഘടകവിരുദ്ധമാണ് ഈ മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷവും, മറ്റൊരു ആത്മാവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് തന്റെ പ്രാണനെ കർത്താവും നമുക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവനെ കൊടുത്തു. നാം ഓരോരുത്തരും നമ്മുടെ ജീവനെ അതുപോലെ കൊടുക്കേണ്ടതാണ്. ഇതാണ് ടീച്ചിങ്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ജീവനെ മറുപടിയായി കൊടുക്കണം, അല്ലേ? എങ്ങനെയാ? മറ്റൊരുത്തനെ നശിപ്പിക്കാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ യാഗമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിലേക്ക് വരാൻ കഴിയാത്ത മറ്റു ചില വിശ്വാസങ്ങൾ, അവന്റെ വിശ്വാസം സ്വീകരിക്കാത്തവനെ കൊല്ലുന്ന പല പ്രവണതകളുണ്ട്, അല്ലേ? മറ്റൊരുവന്റെ ജീവനെയും മറ്റൊരുവന്റെ വിശ്വാസത്തെയും തകർക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഇതല്ല ക്രിസ്തുമാർഗം. അങ്ങനെയല്ല. തന്റെ പ്രാണനെ യാഗമാക്കുകയാണ്, അല്ലേ? നമ്മളിന്ന് പാട്ടുപാടി, സ്വർഗീയ പിതാവേ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പദമാണ് നമ്മൾ പാടി വന്നാണ്, ഞാൻ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു, അല്ലേ? നമുക്ക് പാടാൻ കഴിയുന്നുണ്ട്, പാടാൻ പറ്റുന്നുണ്ട്, അത് പാടാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട്. പക്ഷേ അനുഭവിക്കാനും മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം, പ്രാണനെ വെച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുകയാണെങ്കിൽ കേൾക്കുന്നിടത്ത് ജീവൻ വരും. വില കൊടുക്കാത്ത പ്രസ്ഥാനങ്ങളാണ്. തന്റെ പ്രാണൻ മറുവിലയായി കൊടുക്കാൻ മനസ്സില്ലാത്തിടത്തൊന്നും ഒരു ജീവനും വരില്ല. താൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നവൻ, സ്വന്തം കുടുംബത്തിന്റെ വിഷയം, മക്കളുടെ വിഷയം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പൊതിഞ്ഞു കെട്ടി ഓടുന്നവൻ ഒരിക്കലും ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. മനസ്സിലാകണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കാമെന്ന് പറയുന്ന എത്ര പേരുണ്ട്?
കർത്താവിന് വേണ്ടി മരിക്കാം. എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കാതെ നാളില്ലാത്തത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് അനേകം. ഞാൻ ഇന്ന് ഓർക്കുന്നു, സ്തോത്രം, ആ ഓർഡിനേഷൻ നടന്ന സമയത്ത്, എൻ്റെ ഓർഡിനേഷൻ നടന്ന സമയത്ത് ഓർഡിനേഷൻ തന്ന ദൈവദാസൻ ചോദിച്ചിട്ടൊരു കാര്യമാണ്, സ്തോത്രം, നിങ്ങൾ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? അതിനു മുമ്പ് രണ്ടുമൂന്ന് ചോദിച്ചു. അതിനകത്തൊരു ചോദിച്ചു, ഇനി നിങ്ങൾ പിന്മാറുവോ? ഇനി വേല വേണമെന്ന് വെച്ച് പോവോ? പറ്റില്ല. അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതെല്ലാം ഊന്ന് മനസ്സിലായപ്പോഴാണ് ഓർഡിനേഷൻ തന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ കാര്യം ആർക്കും ഇന്ന് ക്ലിക്കാവുന്നില്ല. ഇന്ന് സഭകളുടെ അകത്ത് തന്റെ ജീവനെ പോകാൻ, മറ്റൊരുത്തനെ നേടാൻ ഞാൻ എന്റെ പ്രാണനെ കളയാനും റെഡിയാണെന്ന് ഇന്ന് പറയുന്നില്ല. ഇന്ന് ഭീരുക്കളുടെ കൂട്ടങ്ങളായി ഇന്ന് പല സംഘടനകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഭീരുക്കളെ സൃഷ്ടിച്ചെടുക്കുന്ന, ഭീരുക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങളായി പല സഭകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയാ ഈ ലേഖനം ഉൾക്കൊള്ളുന്നത്, എങ്ങനെ ഈ വാക്യം ഉൾക്കൊള്ളുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത മറ്റൊരുവരുടെ സുവിശേഷം പറയാതെ വർഷങ്ങളായിട്ട് വിശ്വാസത്തിലിരിക്കുന്നവരുണ്ട്, പറയാൻ മിണ്ടാതിരിക്കുന്നവരുണ്ട്, തൊട്ടടുത്തുള്ളവരോട് പറയാൻ മടിയുള്ളവരുണ്ട്. എങ്ങനെ ശരിയാകൂ ഇത്? അവിടെ ഈ പ്രാണനെ ആക്കിയാൽ ഇതൊക്കെ പറയാൻ പറ്റും. ഈ പ്രാണനെ യാഗമാക്കിയ ഒരു ഗുണം എന്നാണെന്നറിയാവോ? നമുക്ക് പിന്നെ അവിടെ നമ്മളുടെ സ്റ്റാറ്റസും പൊസിഷനും ഡിഗ്നിറ്റി ഒന്നും പിന്നെ അവിടെ കാണില്ല. കാണുമോ? നിന്റെ ബഹുമാനമൊക്കെ പിന്നെ വല്ലതും ഉണ്ടോ? ചിലരിന്ന് ബഹുമാനം മുറുകെ പിടിക്കുക. നിനക്ക് ഈ വചനം ദഹിക്കത്തില്ല. നമ്മുടെ ബഹുമാനം, പദവികള്, അവസ്ഥകളൊക്കെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിന് ശിഷ്യനായിരിക്കത്തില്ല. ക്രിസ്തുവിന് ശിഷ്യരായിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്യം, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ചിലർക്ക് ഇത് ഗ്രഹിക്കാത്തതുകൊണ്ട് അവരെ ഇതൊക്കെ ആലങ്കാരമായിട്ട് പറഞ്ഞതാണ്. എടാ, അമ്മ അക്ഷരിയായിട്ട് എന്നാ പറയുന്നു? ഇവിടെ ജീവിച്ചോളാനോ? അത് ഈ ലോകം നിലനിൽക്കുന്നോ? ഇവിടെ അങ്ങ് നിന്നെ ഇട്ട് അങ്ങ് സുഖിപ്പിക്കുന്നോ? അത് ഏത് ദൈവമാ? ദൈവത്തിന്റെ വചനം നമ്മൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അതായത് ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വർഗം വെയിറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാവോ? നാം വിൻസെന്റിന്റെ പ്രാണനെ വെച്ചുകൊടുത്ത് അവന്റെ വചനത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. അനേകർക്ക് യഥാർത്ഥ ബൈബിൾ അനുശാസിക്കുന്ന സ്വർഗത്തെ കുറിച്ച് പലർക്കും അറിയത്തില്ല. എങ്ങനെ അവിടെ പ്രവേശിക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ല. വില കൊടുക്കാതെ ചെന്ന് കയറുന്ന അഭയാർത്ഥി ക്യാമ്പല്ല സ്വർഗം. വില കൊടുക്കാതെ കയറി ചെല്ലുന്ന അഭയാർത്ഥി ക്യാമ്പ് അല്ല സ്വർഗം. മനസ്സിലാകുന്നുണ്ടോ? അഭയാർത്ഥി ക്യാമ്പ് വല്ലതും കൊടുക്കണോ? വേണ്ട. അവിടെ തിന്നാനും കുടിക്കാനും കിട്ടും, അല്ലേ? എല്ലാം തിന്നാനും കുടിക്കാനും കിടക്കാനൊക്കെ കിട്ടും അഭയാർത്ഥി ക്യാമ്പില്. അവിടെ ഒന്നും കൊടുക്കണ്ട. പക്ഷേ സ്വർഗം അങ്ങനെയല്ല. വില കൊടുക്കുന്നവരുടെ സ്തോത്രം, ഹല്ലേലൂയ, കൊട്ടാരമാണ് യഥാർത്ഥ. അവന്റെ രാജ്യമാണ്, പട്ടണമാണ്. വില കൊടുത്തവരുടെ പട്ടണമാണ് സ്വർഗീയ യെരൂശലേം. മനസ്സിലാവുന്നുണ്ടോ? പീരുക്കളൊന്നും അവിടെ ഇല്ല. ഉണ്ടോ? പീരുക്കൾ അവിടെ ഇല്ല. എന്തോ അവിടെ തന്നെ നമുക്ക് ഭീരുക്കൾ, അല്ലെ? നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാലോ? ഭീരുക്കൾക്ക് അവിടെ കയറാൻ വല്ല വഴിയുണ്ടോ? ആ കർത്താവിന് വേണ്ടി പ്രാണനെ കൊടുക്കുവാൻ മനസ്സില്ലാത്തവർക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടുമോ? ഹല്ലേലൂയ. അന്ന് ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി ചിന്തകളൊക്കെ ആ ലെവലിലാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. വായിച്ചോ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. അപ്പൊ ആരാ? എന്റെ ചോദ്യം, ഈ ഭീരുക്കൾ ആരാ? ആരാ ഭീരു? ആരാ ഭീരു? നിനക്ക് അടുത്തിരിക്കുന്നവനോട് കർത്താവായ യേശുവിനെ കുറിച്ച് പറയാൻ ബലമില്ല, നീയാണ് ഭീരു. മറ്റൊരുവിന്റെ മുമ്പിൽ നീ രക്ഷിക്കപ്പെട്ടവനാണ് കാണിക്കാൻ എബിലിറ്റി ഇല്ലാത്തവൻ ആരോ അവരാണ് ഭീരു. അല്ലാതെ ആരാ ഭീരു? വേറെ ആരാ ഭീരു? ശ്രദ്ധിക്കണം.
ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പദം ശ്രദ്ധിച്ചോ, അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ. ഈ കുലപാതകത്തെ കുറിച്ച് നമ്മൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 5 ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരെ ആരാ കൊല ചെയ്യുന്നേ? നിന്റെ സഹോദരന് നേരെ നീ പറയരുത്. നിന്റെ സഹോദരന് നേരെ നീ പറയുന്ന വാക്ക് സ്വന്തം നീ അവരെ കൊലപാതകത്തിന് തുല്യമായിട്ടാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഒരുവനെ കൊല്ലുന്നത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട സഹോദരന് നേരെ നീ സംസാരിച്ചാൽ, ദോഷമായിട്ട് സംസാരിച്ചാൽ അത് കൊലപാതകത്തിന്റെ ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭീരുവാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്തോത്രം, കർത്താവിന് വേണ്ടി തന്റെ ജീവനെ വെച്ചു കൊടുത്താൽ മാത്രമാ സ്തോത്രം നമ്മൾ അവനോടുകൂടെ ജീവിക്കത്തുള്ളൂ. ഇന്ന് അനേകർക്ക് ഇത് ദഹിക്കത്തില്ല. ഇന്ന് ഭീരുക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ് ഇന്ന് ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ആവശ്യമില്ല. ഉണ്ടോ? ഒത്തിരി ഭീരുക്കളെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഒത്തിരി ഭീരുക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ. നോ, അതല്ല. ദൈവരാജ്യം അതല്ല. അവിടെ ജയിക്കുന്നവർക്ക് ദൈവം ഇരിപ്പാൻ വരം നൽകും. തൊട്ടുമുള്ള വാക്യം തന്നെ വയ്ക്കുന്നത്, 7-ാം വാക്യം എന്ന് വയ്ക്കുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കണോ? സ്വർഗത്തിൽ പോകാൻ ജയിക്കണം. സ്വർഗത്തിൽ പോകാൻ ജയിക്കണം. ഇവിടെ ഒരു പോരാട്ടമുണ്ട്, ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ടെസ്റ്റിലൂടെയാണ് അപ്പോസ്തലന്മാർ ഓരോരുത്തരും കടന്നുപോയത്. ആ ടെസ്റ്റിനെ കുറിച്ച് ഇന്ന് പലരും മിണ്ടുന്നില്ല, പലരും മൗനമാണ്. അനേകർ മനസ്സിലാക്കണം, കർത്താവിന്റെ മാർഗവും കർത്താവിന്റെ പദ്ധതിയും വ്യത്യസ്തമാണ്. അത് ഈ നിലവാരത്തിൽ വചനാടിസ്ഥാനത്തിലാണ്. പക്ഷേ ദൈവത്തിന്റെ വ്യവസ്ഥകളെ ഇഷ്ടപ്പെടാത്ത ജനമാണ് ഇന്ന് അനേകര്. ഹല്ലേലൂയ. അനേകരുടെ ഉള്ളത്തിൽ കുത്തുകൊള്ളാം, അനേകർക്ക് ഇത് ഇഷ്ടപ്പെടാതിരുന്നേക്കാം. പക്ഷെ സത്യം ഒന്നേ ഉള്ളൂ. വേറെ 2-3 സത്യമില്ല, സത്യം ഒന്നേ ഉള്ളൂ. ഇതിനെ ജയിക്കണം. അങ്ങനെയാണ് ഭീരുക്കൾ ആരാണ്? ഇതിനെ ജയിക്കുവാൻ കഴിയാതിരിക്കുന്നവരാണ് ഭീരുക്കൾ. ഇതറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുന്നവരാണ് ഭീരുക്കൾ. നമ്മൾ ആ ലിസ്റ്റിൽ പെടരുത്. നമ്മൾ വില കൊടുത്തെങ്കിലേ മതിയാകത്തുള്ളൂ. വില കൊടുക്കണം. ഹല്ലേലൂയ. സഹോദരൻ, നാം നമ്മുടെ ജീവനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ലെന്ന് പറയാൻ റെഡിയാകണം. എങ്കിലേ ദൈവത്തിന് അത് പ്രസാദകരമാകുന്നുള്ളൂ. ഒരു കാലത്ത് ഈ കേരളത്തിലെ പെന്തക്കോസിലെ അനേക പൂർവികരായിരിക്കുന്ന അനേക പിതാക്കന്മാരില്ലേ, എത്രയോ വിശുദ്ധന്മാർ ശക്തമായി അവരുടെ സാഹചര്യങ്ങളെ നോക്കാതെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓരോ സംഘടനകളും പ്രസ്ഥാനങ്ങളും. അതിന്റെ അടിസ്ഥാനങ്ങളിൽ അവരുടെ രക്തം വെള്ളമാക്കിയവര് അതിനുവേണ്ടി നിന്നിട്ടുണ്ട്, സത്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്, അവർ സത്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വ്യാജങ്ങൾ ഒത്തിരിയായി. കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി കയറി, സുഖലോലിതമായ അനുഭവങ്ങൾ വന്നു, ലക്ഷറി കയറി വന്നപ്പോൾ കർത്താവിന് ഇനി ആവശ്യമില്ല. കർത്താവിന് എങ്ങനെ, എന്റെ ലക്ഷറിക്ക് എങ്ങനെ കർത്താവ് സപ്പോർട്ട് ചെയ്യും, ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനേകര് ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു വന്ന തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം, 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചു വന്നത് ഇത്. ഞാൻ പറഞ്ഞു, ഇത് അന്ത്യകാലത്തിലെ വിഷയത്തിലേക്ക് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ആ വിഷയത്തിലേക്ക് പറഞ്ഞു വരികയാണ്, അല്ലെ? ആ ഭാഗത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് അവിടെ വായിച്ചത്. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അടുത്തത് സഹിക്കണം. നമ്മൾ എത്ര പേര് സഹിക്കുവാൻ തയ്യാറുണ്ട്? എത്ര പേർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഒരു സഹോദരൻ അടുത്ത സഹോദരനെ സഹിക്കാൻ മേല, ഒരു പാസ്റ്റർക്ക് വേറൊരു പാസ്റ്ററിനെ സഹിക്കാൻ മേല, ഒരു സഭയ്ക്ക് വേറെ സഭയെ സഹിക്കാൻ മേല, ഒരു കുടുംബത്തിന് വേറൊരു കുടുംബത്തെ സഹിക്കാൻ മേല, മക്കൾക്ക് അമ്മയപ്പന്മാരെ സഹിക്കാൻ മേല, അമ്മയപ്പന്മാർക്ക് മക്കളെ സഹിക്കാൻ മേല, ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹിക്കാൻ മേല, ഭർത്താവിന് ഭാര്യയെ സഹിക്കാൻ മേല, ഇങ്ങനെ തമ്മിൽ സഹിക്കാൻ മേല. അങ്ങനെ ഇരിക്കുമ്പോഴാണോ നീ കർത്താവിന് വേണ്ടി സഹിക്കാൻ പോകുന്നത്?
കുടുംബമേ തകർന്നു കിടക്കുക, സഭയെ തകർന്നു കിടക്കുക, എല്ലാ മേഖലകളിലും തകർച്ചയുടെ വമ്പൻ തകർച്ചകൾ വന്നു കിടക്കുന്നതിന്റെ ഇടയിലാണോ നീ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ പോകുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി സഹിക്കണം. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. എന്നതാ ത്യജിക്കണ്ടേ? ഫസ്റ്റത്തെ പലതും ത്യജിക്കണം, അവസാനം നിന്റെ പ്രാണനും ത്യജിക്കണം. നമ്മൾ ഇന്ന് പകൽ നേരം നമ്മൾ കർത്താവിന് വിലയേറിയതായി തീരണമെന്നുണ്ടെങ്കിൽ ത്യജിക്കേണ്ടതിനെ ത്യജിച്ചാലേ നമ്മൾ ദൈവസന്നിധിയിൽ വിലയേറിയതാകത്തുള്ളൂ. നമ്മൾ പലതും വെട്ടിക്കൂട്ടി പിടിച്ചു വെച്ചിട്ട് പലതും നേടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ല. ഇത് അങ്ങനെയല്ല, ഈ സിസ്റ്റം പോകേണ്ടത് അങ്ങനെയല്ല. ഹാളലിയ, ഒരു കാര്യം തുറന്നു പറയട്ടെ, ഈ പ്രസന്റ് ജനറേഷനില് പലരും ഈ വചനം എടുക്കാനില്ല. ഹാളലിയ, കഴിഞ്ഞ തലമുറകളിൽ അനേകർ കടന്നു വന്നിടത്തൊക്കെയും കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിന്നു, സത്യത്തിന് വേണ്ടി നിന്നു. അതെന്താന്ന് പഠിക്കാൻ തയ്യാറായി. അപ്പോസ്തലന്മാർ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാൻ ഇന്ന് അനേകർക്ക് കഴിയത്തില്ല. പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ളവർക്ക് കർത്താവിന്റെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ജീവിച്ചതുപോലെ ഈ തലമുറയിൽ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അടിവരയിട്ട് അവരുടെ വഴികളിൽ പോവുക ചെയ്യുന്നത് അല്ലേ? എല്ലാ കാലഘട്ടങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ എന്തോ പ്രത്യേകത? കർത്താവിന് ഒരു പ്രത്യേകതയില്ല മക്കളെ. എല്ലാ കാലഘട്ടത്തിലുള്ള ദുഷ്ടന്മാരെയും കത്തിക്കാൻ ഒരു തീയ ഒരുക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവന്റെ നാമത്തിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ അക്കരെ നാട് പിടിക്കത്തുള്ളൂ. ആമേൻ. വായിച്ചേ, തുറന്ന് വായിച്ചേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ, നാം അവനെ തള്ളി പറഞ്ഞാലേ കർത്താവും തള്ളി പറയൂന്ന്. അനേകർക്കത് മനസ്സിലാവില്ല. ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ എന്ത് ചെയ്താലും എന്നെ അങ്ങനെയൊന്നും തള്ളൂലെന്നാ. അത് തിരുവെഴുത്ത് അറിയാൻ മേലാത്ത വിശ്വാസമാണ്. ബൈബിൾ അധിഷ്ഠിതമായ വിശ്വാസമല്ല ചിലർക്കുള്ളത്. അവര് കർത്താവിനെ അവരുടെ മനസ്സിൽ തോന്നുന്ന പോലെ ചിന്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. കാരണം എന്നാ? ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട്, ഇഷ്ടം പോലെ അധികാരം കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ലക്ഷറി കയ്യിലുണ്ട്, ഒന്നിനും കുറവില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ എനിക്കിഷ്ടമുള്ളതുപോലെ വിശ്വസിക്കാനാണ് താല്പര്യം. ബൈബിൾ എന്ന് പറയുന്നൊന്നും വിഷയമല്ല. അനേകരുടെ പ്രശ്നം അതാണ്. തന്നെ തള്ളി പറയുന്നവനെ വായിച്ചേ, നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. കണ്ടോ? അവൻ സ്തോത്രം. നമ്മൾ വിശ്വസ്തരായിരുന്നാലും നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. കാരണം എന്നാ? അടുത്ത വാക്യം, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. അതാ കാരണം. തന്റെ സ്വഭാവം, ക്രിസ്തുവിന് തന്റെ സ്വഭാവം, സ്വർഗത്തിലെ പിതാവിന് തന്റെ സ്വഭാവം മാറ്റാൻ കഴിയുമോ? കേരളത്തിൽ കുറച്ചു പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്വഭാവം മാറ്റുക എന്ന് കർത്താവ് വെക്കുവോ? അവിടെ കുറച്ചു പേരൊക്കെ നല്ല സെറ്റപ്പായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്വഭാവം മാറ്റാം, അവർക്ക് വേണ്ടി പുതിയൊരു നിയമോ പുതിയൊരു വ്യവസ്ഥയെ കൊടുക്കാന്ന് വെക്കുവോ? ഇല്ല. ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഞാൻ എൻ്റെ കുടുംബം എത്ര വലുതാണ്, എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി എത്ര വലുതാണ്, ഞങ്ങൾ എത്ര പ്രസ്റ്റീജിയസ് ആണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി കർത്താവ് നിയമം മാറ്റുവോ? കർത്താവ് നിനക്ക് വേണ്ടി നിയമമൊന്നും മാറ്റില്ല. നീ മാറ്റപ്പെടണം. നിനക്ക് ഈ മാർഗം വേണോ, ഈ കർത്താവ് വേണോ, ഇതിലെല്ലാം നിനക്ക് സ്വർഗത്തിൽ യെരൂശലേമിൽ നിനക്ക് പ്രവേശിക്കണോ? നീ അവന്റെ വഴി അറിഞ്ഞേ മതിയാകത്തുള്ളൂ. കാരണം നീ അവിശ്വസ്തനായിരുന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നീ അപ്പൊ മനസ്സിലാക്കണം, മനുഷ്യന്റെ സ്വഭാവം പൗലോസ് പറയുന്നത്, ചിലർ തള്ളിപ്പറയാൻ റെഡിയാ, ചിലർ അവിശ്വസ്തരാകാനും റെഡിയാ. പക്ഷെ ദൈവത്തിന് അവിശ്വസ്തരാകാനും കഴിയത്തില്ല, തന്റെ സ്വഭാവം മാറ്റാനും കഴിയത്തില്ല. നീ തള്ളിപ്പറഞ്ഞാൽ നിന്നെ തള്ളാതിരിക്കുന്നത്, നിന്നെ തല്ലി തന്നെ കളയുന്ന കർത്താവാണുള്ളത്. അതായത് കർത്താവിന് ദൈവത്തിന്റെ വ്യക്തമായ നിലപാടുകൾ ഇന്ന് ജനത്തിന് അറിയുന്നതിൽ താല്പര്യമില്ല. ദൈവത്തിന്റെ നിലപാടുകൾ നമ്മൾ അറിയണം. ആമേൻ. ദൈവത്തിന്റെ നിലപാടുകൾ നമ്മൾ അറിയണം. അത് ഒരിക്കലും ചിലപ്പോൾ എൻ്റെ നിലപാടുകൾ, എൻ്റെ വഴികൾ ഒരിക്കലും അല്ല. നമ്മൾ അവന്റെ നിലപാടുകൾ നമ്മൾ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. തിരിച്ചറിയണം, ഇങ്ങനെ ഒരു നിലപാടാണ് എൻ്റെ ദൈവത്തിനുള്ളതെങ്കിൽ ഞാൻ എത്രത്തോളം ഭയപ്പെടണം, എത്രത്തോളം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. ശരിയല്ലേ? അല്ലേ? ഈ എന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമാണിതെങ്കിൽ
നമ്മൾ ഈ ആരാധനയൊക്കെ നടത്തുമ്പോൾ ശുശ്രൂഷിക്കുന്നവർ ആ നേരത്ത് ആത്മനിറവിലൊക്കെ വിളിച്ചു പറയും, മകനെ നീ എങ്ങനെ പോയാലും നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, തള്ളിക്കളയുന്ന ദൈവമല്ല, ഇവനെന്തോ വലിയ കുരുത്തക്കേട് ചെയ്തിട്ടായിരിക്കും ഉള്ളവന്മാരെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. അവനാണ് കേൾക്കുന്നത് നിന്നെ തള്ളിക്കളയുന്ന, ഇവിടെ തള്ളിക്കളയുന്ന വെച്ചേക്കുന്നത്. അതെങ്ങനെ ശരിയാവും? അപ്പോൾ നമ്മൾ പലരും പല ശുശ്രൂഷകളും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലല്ല നടക്കുന്നത്, അവന്റെ സ്വന്തം മനസ്സിലുള്ളതൊക്കെയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മനസ്സിലുള്ള കാര്യം ദൈവം തള്ളിക്കളയെന്ന് പറയുമ്പോൾ തള്ളിക്കളയത്തില്ലെന്ന് പോഷ്ക്ക് പറഞ്ഞാൽ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്ന, പാപം ചെയ്ത് ഫ്രണ്ടി വന്ന് കൈയടിച്ചോണ്ടിരിക്കുന്നവൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരത്തില്ലേ? നീ യഥാർത്ഥത്തിൽ ഹോമിച്ചത് എന്താണെന്നറിയാവോ? നീ ഖണ്ഡിച്ചത് അല്ലെങ്കിൽ തകർത്തത് ദൈവത്തിന്റെ വഴികളും, നീ പ്രോത്സാഹിപ്പിച്ചത് എന്താണെന്നറിയാവോ? മുമ്പിലിരിക്കുന്നതിന്റെ പാപത്തെയുമാണ്. അല്ലേ? മുമ്പിൽ ഒരുത്തൻ പാപം ചെയ്ത് വന്നിരിപ്പുണ്ടെങ്കിൽ അവൻ അനാവശ്യമായ ആശ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുമ്പിൽ വന്നിരിക്കുന്നവനെല്ലാം അനാവശ്യമായ ആശ കൊടുക്കുന്നത് ബൈബിളിന്റെ വിഷയമല്ല. ചില ശുശ്രൂഷകളുടെ അകത്ത് പോയിരിക്കുമ്പോഴത്തേനും എന്നും ഉത്സാഹവും എന്നും അവരെ അങ്ങ് വല്ലാതെ അങ്ങോട്ട് നടത്തുന്ന പരിപാടി അങ്ങനെയല്ല. അങ്ങനെ എവിടെയെങ്കിലും മക്കളെ വളർത്താറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്ന് അവർക്ക് തിന്നാനും കുടിക്കാനും ഉള്ളതെല്ലാം മേടിച്ച് സ്നേഹം മാത്രമാണ് കാണിക്കുന്നത്. എന്തെങ്കിലും കൊടുത്തേക്കാടുമ്പോ ചൂരനെ അടിച്ച് അവിടെ തട്ടുമുറത്ത് കയറ്റുന്നുണ്ടെങ്കിൽ അവൻ ശരിയായ അപ്പനും അമ്മയും. ഹല്ലേലൂയ. ചിലര് ഒന്നും ചെയ്യത്തില്ല, ചിലര് ഒരു ശിക്ഷയും കൊടുക്കാതെ വളർത്തുന്നവരുണ്ട്. അങ്ങനെയല്ല. അതെന്താണെന്നറിയാവോ? അവരുടെ ദൈവം എന്താന്ന് വെച്ചാൽ ഇതുപോലെ എന്നെ തല്ലത്തില്ലെന്നേ, എന്നെ വെക്കുന്നത്. പിന്നെ ചെല്ലുമ്പോൾ അവിടെ അതിനെ ആസാപം ഉണ്ടല്ലോ, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ദുഷ്ടനെ കണ്ടില്ലെന്ന് പറഞ്ഞ പോലെ ചെന്ന് നോക്കുമ്പോൾ അവനെ വിശ്വാസത്തിലേ കാണാതെ കിടക്കുന്നതിന് കാരണം മനസ്സിലായോ? നീ നിനക്കിഷ്ടമുള്ളത് വിശ്വസിക്കാനല്ല വരേണ്ടത്, ദൈവവചനം പറയുന്നത് കാണാൻ റെഡിയാകണം. നിന്നെ അങ്ങനെയൊന്നും തള്ളിക്കളയുന്നവനല്ല കേട്ടോ, അല്ല കേട്ടോ എന്ന് പറയുന്നത് ഇവനിരിക്കുന്നത് ഭൂതമാണോ പറയുന്നതെന്ന് കൂടെ ശ്രദ്ധിക്കണം. തള്ളിക്കളയുന്നവൻ കൂടെയാണ് നമ്മുടെ കർത്താവ്. സ്നേഹിക്കുകയും കരുതുകയും കർത്താവ് നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്നവൻ തന്നെയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ഏറ്റവും നല്ലത് വേഗം സ്ഥലം കാലിയാക്കുക, അല്ലേ? അതല്ലേ പറയണ്ടേ? കാരണം ചിലത് കേട്ട് കഴിയുമ്പോൾ ചില പാസ്റ്റർമാർ, എനിക്കറിയാം, നമ്മൾ പലരുടെയും കൂടെ പോകുമ്പോൾ പലരും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകില്ലേ? എടാ, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ വന്നവനല്ലെന്ന്. അങ്ങനെ വന്നിട്ടുള്ള, അങ്ങനെ ആരെങ്കിലും സത്യവചനം കേട്ടാ പോകുമെങ്കിൽ അവൻ വരണ്ട പോലെ വന്നിട്ടില്ലെന്ന്. നമ്മുടെ നാട്ടിലൊരു ചൊല്ല, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പൗലോസ് പറഞ്ഞ വാക്യത്തിൽ നമ്മളും എത്തണം. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് തന്നെ അവിടെ പറഞ്ഞ് വന്ന വാക്യം തന്നെയാണ് സ്തോത്രം. ഹല്ലേലൂയ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ദഹിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവിന്റെ നിലപാട് എന്താന്ന് പറയാൻ മടി കാണിക്കരുത്. അത് പറയുമ്പോൾ ആരെങ്കിലും പോകുന്നു എന്ന് കണ്ടാൽ നമ്മൾ ഭാരപ്പെടേണ്ട. പിതാവ് ആകർഷിച്ചാൽ അവന്റെ തലയിൽ ഇടി വെട്ടിയാൽ അവൻ പോകത്തില്ല. പോകത്തില്ല. അവൻ വീണ്ടും സ്തോത്രം പറഞ്ഞാണ് നാളെ എന്താ കർത്താവിന് ചെയ്യാനുള്ളത് നോക്കൊണ്ടിരിക്കും. കാര്യം ദൈവം വിളിച്ചതാ. ഈ വിളിക്കപ്പെടാത്തത് പലതും പോകുന്നു എന്നാണ് പലരും കിടന്ന് പറയുന്നത്. ദൈവം വിളിച്ചിട്ടില്ല, വേറെ പലതും കണ്ട് സഭയ്ക്കകത്ത് വന്നവനൊക്കെ തിരിച്ചു പോകുന്നോർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. ചിലരൊക്കെ എന്ത് ഭാരപ്പെട്ട മിണ്ടാതെ പറയാതെ അടവും വിളച്ചിലും കൊണ്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. നിന്റെ അടവും വിളച്ചിലൊക്കെ പൊളിയുന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്റെ സ്വഭാവം വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവ പദ്ധതി ഇല്ലാത്തൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയാകുന്നത്. ഞാനൊരു കാര്യം പറയാം, വീണ്ടും പറയാം, ദൈവസഭയും അഭയാർത്ഥി ക്യാമ്പല്ല, സ്വർഗ അഭയാർത്ഥി ക്യാമ്പല്ല, ദൈവസഭയും അഭയാർത്ഥി ക്യാമ്പല്ല. ഇവിടെ ജയിച്ചവരുടെ കൂട്ടമാണ്. മനസ്സിലാവും? ജയിക്കണം. ഇതിനെല്ലാം ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അല്ലാതെ എല്ലാ വക മീനിനെയും പിടിക്കുന്ന വല, എല്ലാ വക മീനെയും പിടിക്കുന്ന വലയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് സ്തോത്രം, അത് വേണ്ടാത്തിനും കൂടി എറിഞ്ഞു കളയുന്ന ഓർക്കണം. വല എങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോ എന്നാ പറ്റുന്നേ? കൊള്ളാത്തതെല്ലാം ഇവിടെ വീണ്ടും കടലിലേക്ക് വലിച്ചെറിയും, അല്ലെ? വേണ്ടാത്ത മീനും പാമ്പോ ഓളതിനെയൊക്കെ തിരിച്ച് എങ്ങോട്ട് ചാടിച്ചു വിടും. തവളനെയൊക്കെ എടുത്ത് അങ്ങോട്ട് വെള്ളത്തിലേക്ക് തന്നെ വിടും. മീനിനെ മാത്രം അതിനെ എടുത്ത് വലയ്ക്കകത്തുനിന്ന് എടുത്ത് കൂട്ടി സ്വരൂപിച്ചു വെക്കും. ഇതുപോലെയാ ഇന്ന് മിക്ക വലയോടുകൂടെ കടലിൽ കളയേണ്ട മിക്ക പ്രസ്ഥാനങ്ങളും ഉണ്ട്.
വലയോടുകൂടെ കളയേണ്ട കേസുകൾ കിടപ്പുണ്ട്. കാര്യം ഒത്തിരി എണ്ണങ്ങളൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടല്ല വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ജനം വളരെ കൂടുതലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. കാര്യം ഒരു തലമുറയില് നോഹയ്ക്ക് 8 പേർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞുള്ളൂ. എത്ര പേര്, വേറെ ലക്ഷക്കണക്ക് പേരുടെ മേല് ദൈവത്തിന്റെ ദൃഷ്ടി എത്തിയില്ലെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവൻ പറയുന്ന വചനത്തിൽ നിലനിൽക്കുന്നതിന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചിലത് സ്നാനപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. ഞാൻ ഈ കണ്ടതിൽ ഞാൻ പറയും, ഈ പെന്തക്കോസിന്റെ അകത്താണ് ഒത്തിരി അഭക്തന്മാരെ കണ്ടിട്ടുള്ളത്, ഒത്തിരി പാപസ്വഭാവമുള്ളവരെ കണ്ടിട്ട് ഇതിൻ്റെ നേരെ ജീവിക്കുന്നവരുണ്ട്, ഒട്ടും കണ്ട് ഭക്തിയില്ലാതെ നടക്കുന്നവരും കണ്ടിട്ടുള്ളതിൻ്റെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കാണും, മക്കളെ വിളിച്ചോണ്ട് മക്കൾക്കൊരു ഇല്ല, അവരുടെ എങ്ങനെയും കാര്യങ്ങൾ നേടിത്തന്നോളാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നതാണ്. അവരുദ്ദേശിക്കുന്ന കാര്യം നടന്നില്ല, അവർ തിരിച്ചു പോകും. ഹല്ലേലൂയ. കർത്താവ് ദൈവസന്നിധി ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒത്തിരി പേര് അവിടെ കരഞ്ഞോണ്ട് നിൽക്കും, തൻ്റെ മക്കളെ ഓർത്തും അപ്പനെ അമ്മയെ ഓർത്തും സഹോദരങ്ങൾ ഓർത്തൊക്കെ കരഞ്ഞോണ്ട് നിൽക്കും. കർത്താവ് എന്തുകൊണ്ടാണെന്നറിയോ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കളയുന്നത്? ഇവന്റെ ആയുസ് മുഴുവനും വേണ്ടാത്തതിനൊക്കെ വേണ്ടി ചിന്തിച്ചോണ്ടിരുന്നു. ഇവനെ നേടുകയാണ് കർത്താവ്. ഇവന് ഓടി, ശരിയാണ്, പക്ഷെ കൂടെ ഉള്ളവരൊന്നും ഓടിയില്ല. മനസ്സിലാക്കണം, കർത്താവിന്റെ ആകർഷണ വലയിൽ വരാതെ നടന്നിട്ട് ഒരു കാര്യമില്ല. കർത്താവിന്റെ ആകർഷണ വലയത്തിലേക്ക് നീയും എത്തണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടി എന്നാ മേടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് ചിലർ അതിനു വേണ്ടി പുറകെ നടക്കുകയാണ്. ഹാളല്ലേ, പ്രാർത്ഥിച്ചോരോന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ച കൊടുക്കുന്നവൻ നമ്മുടെ കർത്താവല്ല. കർത്താവ് ഒരു പക്ഷേ ചില കാര്യങ്ങൾ ആരംഭ ദിശയിൽ ചെയ്തുമിരിക്കും. ഹാളല്ലേ, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എം ഷാമുൽ എന്ന് പറയുന്ന പാസ്റ്റർ സ്തോത്രം ആ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കൊച്ചു കുഞ്ഞായിരിക്കുമ്പം ഒരു പക്ഷേ അവിടെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, അദ്ദേഹത്തിന്റെ ഈ എക്സാമ്പിളാണ് പറയുന്നത്, മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ബലൂൺ ഒരു കൊച്ചു കുഞ്ഞ് കണ്ടപ്പോഴത്തേനും എത്ര വയസ്സ്, 2 വയസ്സോ 3 വയസ്സുള്ള കൊച്ചുവരയ്ക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കഴിയുമ്പോഴത്തേനും ആ കൊച്ചിന് ചിലപ്പോൾ അരി മേടിക്കാൻ വെച്ച പൈസയ്ക്കകത്ത് എടുത്ത് ബലൂൺ മേടിച്ചു കൊടുക്കും അദ്ദേഹം പറഞ്ഞ. പക്ഷേ ആ കൊച്ചു വളർന്ന ഒരു 10, 22, 25 വയസ്സായി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ സ്തോത്രം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വീണ്ടും ബലൂൺ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാലുള്ള അവസ്ഥ എന്താ അവസ്ഥ? കൊടുക്കുവോ? മേടിച്ചു കൊടുക്കുമോ എന്നുള്ളതല്ല വിഷയം. അവിടെ ഒരു നാണം കെടുത്തുന്ന ചോദ്യം, നിനക്ക് ഇത്രയും വയസ്സായിട്ട് നീ ഇപ്പോൾ ഈ ബലൂൺ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇന്ന് ഇതുപോലെ പ്രായം നോക്കിയ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന അനേകർ ഇന്നും ബലൂൺ നോക്കൊണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ബലൂൺ നോക്കൊണ്ടിരിക്കുന്ന കുറെ വിശ്വാസികളുണ്ട്. ആളല്ല, ഇന്നും ബലൂൺ വീർപ്പിക്കാനും ബലൂൺ പൊട്ടിക്കാനും നടക്കാനും വേണ്ടി നടക്കുന്നവര്. വയസ്സ് എത്ര വർഷമായി വിശ്വാസി വന്നിട്ട് ഉപദേഷ്ടാക്കന്മാരെ ഇന്നും ദൈവത്തിന്റെ വഴികളെയും പദ്ധതികളെ അറിയത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ ആ വിളിയുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് വേണം സ്റ്റെപ്പ് വെക്കാനായിട്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ, അടുത്ത ഭാഗം വായിച്ചാട്ടെ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. കേൾക്കുന്നവരോ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ തിമോഥെയോസിനോട് പറയാണ്, അവിടെ വാഗ്വാദം വേണ്ട. വാഗ്വാദം കൊണ്ട് ആരെയും നേടത്തില്ല. ചിലർക്ക് ചിന്തിക്കുന്ന ചെന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വാസം വരുന്നു. ചുമ്മാ തർക്കിക്കരുത്. മനസ്സിലാവുന്നത്? തർക്കിക്കുന്ന ഒരുത്തിന് ഒരിക്കലും ദൈവബദ്ധ വേർത്തില്ല. ചിലർക്ക് ഭയങ്കര ചൂടാ, ചുമ്മാ തർക്കിച്ചോണ്ടിരിക്കുന്ന കാണാം. തർക്കത്തിനായിട്ട് പോകരുത്. തർക്കത്തിനായിട്ടല്ല പോകേണ്ടത്, തർക്കിക്കുകയല്ല. വചനം പറയുമ്പോൾ വചനം ശാന്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്, തർക്കിക്കുകയല്ല വേണ്ടത്. അടുത്ത് വായിച്ചേ. കണ്ടോ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തരുന്നത്. എന്നാ തിമോഥെയോസിന് അത് അറിയത്തില്ലേ? സത്യവചനം പ്രസംഗിക്കുന്നതെന്ന് തിമോഥെയോസിന് അറിയത്തില്ലേ? അറിയാം. പിന്നെ എന്തിനാ എടുത്തെഴുതേണ്ട ആവശ്യം ഉണ്ടെന്നേ. എടുത്തെഴുതണം. ചിലരെ നമ്മൾ ചിന്തിക്കുന്ന ചിലരൊക്കെ ശരിയായ ദിശയിലാ പോകുന്നതെന്ന് നമ്മൾ അങ്ങ് ചിന്തിക്കുക. പക്ഷെ ചിലരോടൊക്കെ ചിലത് എടുത്തു പറയേണ്ട അവസ്ഥയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുടുംബം നോക്കാത്തവരും കലഹം ഉണ്ടാക്കുന്നവരും മത്സരം ഇടുന്നവരും ലോകമോഹത്തിൽ പോകുന്നവരോടൊക്കെ ഈ എടുത്തു പറയണം. ഒരുപക്ഷെ ഒരു പാസ്റ്ററാകാം,
ഒരു പ്രസ്ഥാനം നടത്തുന്ന വ്യക്തിയാകാം, വളരെ അറിയപ്പെടുന്ന ശുശ്രൂഷകനാകാം, കൃപാവര ശുശ്രൂഷകനാകാം. നമ്മളിതൊക്കെ അവർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. അതുകൊണ്ടാ കൂടെ നിജപുത്രനായ തിമോത്തിയോസിനോട് എടുത്തിട്ട് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് വായിച്ചേ. പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവനായി അവൻ ലജ്ജിക്കുക എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ ലജ്ജിക്കുന്ന കാര്യമല്ല, പിന്നെ എവിടെയാ? ദൈവസന്നിധിയില. അതുകൊണ്ടാണ് എടുത്ത് പൗലോസ് പറയുന്നത് ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരണമെന്ന് പറയുന്നത്. ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരണമെന്ന് പറയുമ്പോൾ ലജ്ജിക്കാതിരിക്കേണ്ടതും ദൈവസന്നിധി തന്നെയാണ്. നമ്മുടെ ശുശ്രൂഷകളും ജീവിതവും ദൈവസന്നിധിയിലാണോ നാം സാക്ഷ്യമാക്കിയിരിക്കുന്നത്? കർത്താവിന്റെ ദൃഷ്ടിയുടെ മുമ്പിലാണോ എന്റെയും നിങ്ങളുടെയും ജീവിതമായിരിക്കുന്നത്? മറന്നുപോകരുത്. ചിലര് സംഘടനയുടെ കണ്ണിന്റെ മുമ്പിലായിരിക്കുന്നത്. എന്റെ സംഘടന പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സംഘടന എന്നെ ഉപദേശിക്കുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, സംഘടന പറയുന്നതിന് അപ്പുറമായോ ഇപ്പുറമായോ എനിക്കൊന്നും പറയാനോ എടുക്കുവാനോ കഴിയത്തില്ലെന്ന് വിചാരിച്ചു വെക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് പകൽനേരം മനസ്സിലാക്കിക്കോണോ? സ്തോത്രം. നമ്മൾ ഈ പറയുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി. അപ്പൊ നാം എപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ കാണണം. ക്രിസ്തുവിനെയാണ് നമ്മൾ മുമ്പിൽ കാണേണ്ടത്. ക്രിസ്തു നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ കർത്താവ് വെച്ച മാതൃകയെ നിന്റെ മുമ്പിൽ കാണും. കർത്താവ് നിനക്ക് വേണ്ടി തന്റെ ജീവനാണ് മറുപടിയായി കൊടുത്തതെങ്കിൽ നിന്റെ പ്രാണനെയും വെച്ചോണ്ടായിരിക്കും നീ പ്രസംഗിക്കുന്നത്. ഇന്ന് പലരും അവരുടെ പ്രാണൻ വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ റെഡിയല്ല. തന്റെ പ്രാണൻ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരെ ദൈവത്തിന് ആവശ്യം. തന്റെ പ്രാണൻ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിന് ആവശ്യം. ഉണ്ടോ? റെഡിയാണോ? ജീവൻ വെച്ചൊന്നും പ്രാണൻ വെച്ചൊന്നും അനേകർ കളിക്കാൻ റെഡിയല്ലെന്നേ. ഒരു മിതമായി ഇങ്ങനെ പരിമിതപ്പെട്ട് കിടക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ എന്താണെന്നറിയാം, പലയിടത്ത് ചെല്ലുമ്പോ കുറേ ഒത്തിരി ഗ്യാസ് ഇല്ലാത്ത, പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെടിവെച്ച് കഴിയുമ്പോൾ ബുള്ളറ്റിന്റെ അകത്തുനിന്ന് കാട്രജിന്റെ അകത്തുനിന്ന് ആ ഫ്രണ്ടിൽ ലെഡ് പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പിന്നെ എംറ്റിയാണ്. അതിന്റെ ഏറ്റവും പുറകിലിരിക്കുന്ന ആ ഇതുണ്ട്, കെമിക്കലുണ്ട്, അത് ഫയർ ആയി കഴിഞ്ഞാൽ അതിന്റെ അകത്തിരിക്കുന്ന ഗൺ പൗഡറിന് തീ പിടിച്ചു കഴിഞ്ഞാലാണ് ഈ സാധനം ലെഡ് അടിച്ച് പുറത്തേക്ക് വിടുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്ന ഒറ്റ പേര് എംറ്റി. അത് തോക്കിന്റെ അകത്ത് ചേംബറിന്റെ അകത്തിട്ട് ലോക്ക് ചെയ്ത് ചേംബറിന്റെ അകത്ത് ഇട്ടിട്ട് അത് കോക്ക് ചെയ്തിട്ട് നമ്മൾ ട്രിഗർ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫയറിംഗ് മില്ല് പോയി അടിക്കും, പക്ഷെ പൊട്ടത്തില്ല. കാര്യം അടുത്തില്ല സാധനം, അതൊരിക്കൽ പൊട്ടിയതാ. ഇതുപോലെ തന്നെയാണ് അനേകർ എംറ്റിയാണ് സംഭവം. മനസ്സിലാവുന്നുണ്ടോ? പലരുടെ ആത്മീക ജീവിതത്തിന്റെ പുറകെ ദൈവാത്മാവിന്റെ ഫയറിംഗ് മില്ല് വന്ന് അടിച്ചാലും ഒരു ഗുണമില്ല. അകത്ത് തന്റെ പ്രാണൻ കൊടുക്കുന്ന ഒന്നും ഇല്ലെന്ന് മനസ്സിലായോ? അനേകർ പ്രാണൻ കൊടുക്കുന്ന ഒരു പരിപാടി. നിന്റെ പ്രാണൻ വെച്ചുകൊണ്ട് നിന്റെ ശുശ്രൂഷ നടക്കട്ടെ, നിന്റെ പ്രാണൻ വെച്ചുകൊണ്ട് നീ ഉപദേശിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങ് ജീവൻ കൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ പറയുന്നത് കുറ്റം പറയുന്നതാണ്. ഞാൻ ജീവൻ കൊടുക്കുന്നുണ്ടോ? എനിക്കറിയാം, അല്ലേ? ആരോപണമല്ലല്ലോ. ഹല്ലേലൂയ. ഈ പലർക്കും പ്രശ്നം എന്നാണെന്നറിയാവോ? നേരെ ചുവ നിൽക്കുന്നവനെ കാണുമ്പോഴായി പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതൊരു അഗാധ തീസിസ് എടുക്കേണ്ട വിഷയമാണ്. പഠിക്കാൻ ഒത്തിരി ഉണ്ട് ആ വിഷയത്തിൽ. ഒരുത്തനെ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. ഒന്നാമതായിട്ട് അവൻ കൃപയിൽ നിന്ന് വീണിട്ട് എത്ര വർഷമായിന്ന് ആദ്യം എണ്ണണം. ദൈവാത്മാവിന്റെ കൃപ വിട്ടിട്ട് രണ്ടാമത് എത്ര വർഷമായി ചിന്തിക്കണം. ദൈവകൃപന്റെ എത്ര കാലമായി ഇതൊന്നും നടന്നിട്ടില്ല. പിന്നെ അവൻ ചിന്തിക്കുന്ന കാര്യം ചിലർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് എന്താണ്, ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒത്തിരി നടക്കുന്നുണ്ട്. മോട്ടിവേഷനുകൾ കൊടുക്കാനുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇടയിൽ മോട്ടിവേഷൻ ഒരു വാക്യം എടുത്തിട്ട് അവനെ ഉത്സാഹിപ്പിക്കുക. ദൈവമക്കളെ ദൈവമക്കളെ ദൈവമക്കളെ. എടാ, പിശാചിനുണ്ടായ ആ സ്വഭാവം വിട്ടിട്ട് മാനസാന്തരയുടെ പ്രാണൻ കൊടുക്കാൻ റെഡിയാകണം. മനസ്സിലാകുന്നുണ്ടോ? ഈ വെറുതെ ദ്രവ്യാഗ്രഹം. ഹല്ലേലൂയ. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചയ്ക്ക് പറഞ്ഞാൽ പലതും പറയേണ്ടി വരും, പറയാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, വില കൊടുത്തത് കർത്താവാണ്. കർത്താവിന്റെ സ്ഥലത്ത് വില കൊടുത്തുകൊണ്ട് ചെന്ന് നിൽക്കണം.
മനുഷ്യനെയൊക്കെ കളിപ്പിക്കാൻ എളുപ്പമാണ്. മനുഷ്യരല്ലേ, നമ്മുടെ നാട്ടുകാരല്ലേ, എളുപ്പമാ. പക്ഷെ കളിപ്പിക്കാൻ പറ്റാത്ത ഒരുവനോട് ഉയരത്തില്ല. അതിന്റെ മുമ്പിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. തിരിച്ചറിയണം. തിമത്തിയോസിന് പൗലോസ് വ്യക്തമായി എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്ത വാക്യം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് നിന്റെ പ്രാണൻ എടുത്ത് വെച്ചിട്ട് നീ സംസാരിക്കണം. അപ്പോൾ നിന്റെ വായി സത്യം വരും. കാര്യം എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് മനസ്സിലാക്കി സത്യം പറയാൻ തുടങ്ങി. നിനക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് നീ പറഞ്ഞ നിന്റെ വായിൽ ഒരിക്കലും ഉപദേശം വരത്തില്ല. നിനക്ക് ഈ ലോകത്തിൽ എന്ത് ഇനി നേടാനുണ്ടെന്ന് പറഞ്ഞാൽ മകനെ, നീ ദൈവത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത്, നിന്റെ വയറിന് വേണ്ടിയും പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. വയറിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അല്ലേ? ഹല്ലേലൂയ. ചിലരുണ്ട്, ചില പാസ്റ്റർമാരെ ഞാൻ കണ്ടത്. പാസ്റ്റർമാരുടെ കുറ്റമാണോ? കുറ്റം ഉണ്ടെങ്കിൽ കുറ്റമാണെന്നേ, മാറണമല്ലോ. അതിനല്ലേ ഈ വചനമൊക്കെ പറയുന്നേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലര് വിശ്വാസം കഴിഞ്ഞിട്ട് ശുശ്രൂഷയായിട്ട് 10-20 വർഷമായി. ഈ 20 വർഷം പുറകോട്ട് നമ്മളിപ്പോ ഒരു ടൈം മെഷീൻ വെച്ചിട്ടല്ലേ ടൈം ട്രാവൽ ചെയ്ത് പുറകിൽ ചെന്നിട്ട് ഇവന്റെ 20 വർഷം മുമ്പുള്ള പ്രസംഗവും ഇന്നത്തെ പ്രസംഗം കേട്ടല്ലോ ഒരേ സാധനമാണ്. ചിലർ വർഷങ്ങളായിട്ട് ഒരു വാക്യവും ഒരു പ്രസംഗവും കൊണ്ട് ഇരിക്കാൻ തുടങ്ങുന്ന ഒത്തിരി പേരുണ്ട്. എന്താ സംഭവിച്ചേ? എവിടെയാ? ജീവിതത്തിൽ കാര്യമായ പാളിച്ചകളും വീഴ്ചകളും വന്നു. ദൈവാത്മാവിനെ പരിജ്ഞാനത്തിൽ കാപ്പാൻ മനസ്സില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവരെന്നെ ചെയ്യും? നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചേക്കുക. ഇങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിക്കപ്പെടുന്നതും വളരെ ദൂഷ്യമായ കാര്യമാണ്. എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നേ, വർഷങ്ങളായിട്ട് ഒരേ വാക്യം, ഒരേ ഉദാഹരണം, ഒരേ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? 2-3 പ്രസംഗം, അത് തിരിച്ചും മറിച്ചും തിരിച്ചും അത് മാത്രമായിട്ട് നടക്കുകയാണ്. പലരും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ മനസ്സില്ല. പഠിക്കാനോ അതിന്റെ യാഥാർത്ഥ്യം പ്രസംഗിക്കാനോ സ്വന്തം മനസ്സില്ല. അതുകൊണ്ട് തിമത്തിയോസിനോട് എടുത്ത് പൗലോസ് പറഞ്ഞ്, നീ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഇത് പറയുമ്പോ എന്റെ ഉള്ളിലേക്ക് വരുന്ന ഈ ചില പ്രവാചകന്മാരുണ്ട്. പറയുമ്പോ അതും കൂടെ തുറന്നു പറയണമല്ലോ. ശരിക്കും ഞാൻ പറയാം, അഭിഷേകമില്ല, വേലയ്ക്ക് വിളിക്കാതെ പ്രവാചക അഭിഷേകമില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട്. അവർ ഈ പണത്തിന് വേണ്ടി പച്ചയ്ക്ക് പറഞ്ഞാൽ തെണ്ടി നടക്കുന്നുണ്ട്. ഉള്ളത് തന്നെയാ, ഇഷ്ടം പോലെ. വിത്ത് എക്സാമ്പിൾ ഞാൻ കൊടുക്കാം. ഇതുപോലുള്ള ഒത്തിരി പേരുണ്ട്. പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ കള്ള നാണയങ്ങളുണ്ട്. അവർക്ക് അവരെന്താണോ ഫോക്കസ് ചെയ്ത് വരുന്നത് ആ കാര്യം പറയാൻ വേണ്ടി മാത്രം വാക്യമെടുക്കും, അതിനെ വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇതിനകത്ത് പറയുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇവര് എല്ലായിടത്തും ഈ വാക്യം പറയുന്നേ. എല്ലാ രോഗത്തിനും ഈ വാക്യം കൊണ്ടാ പോകുന്നത്. എല്ലാ പേഷ്യന്റിന്റെ അകത്ത് ഇതും കൊണ്ടാ പോകുന്നത്. ക്യാൻസർ വന്നവനും, മൂക്കിപ്പനി വന്നവനും, തലയുറ്റിൽ വന്നവനും, സ്തോത്രം ബ്രെയിനിൽ ട്യൂമർ വന്നവനല്ല ഒരേ മരുന്ന്. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർ വരുന്നത് കൊണ്ടാണ് വ്യക്തമായിട്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്ന് പറയുന്നത്. ഒരുവൻ പ്രോപ്പർ ചാനൽ വചനം പറയുന്നില്ലെങ്കിൽ അവനെ അടുപ്പിക്കരുത്. കാര്യം അവൻ ദൈവസന്നിധിയിൽ വിളച്ചിന് കാണിക്കുന്നവൻ മനുഷ്യനെ എത്രത്തോളം കളിപ്പിക്കാൻ റെഡിയായിരിക്കും. നമ്മൾ വചനം പറയാൻ കൊടുക്കുമ്പോൾ അവന് വചനം ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നില്ലേ ശ്രദ്ധിച്ചോണം. പല വചനം കൊടുക്കും, പരിശുദ്ധാത്മാവാണോ കൊടുക്കുന്നത് നോക്കിക്കോണം. ഇതിനാണ് വിവേചനവരം വേണമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിവേചനം വളരെ മസ്റ്റാണ്. ചിലര് വേറെ നിൽക്കുമ്പോഴേ ദൂത് വരുന്നത് മുഴുവൻ ലോകാര്യവും ജഡകാര്യവും ലോകത്തിലെ മോഹങ്ങളും പിന്നെ അവന്റെ കുറെ സ്വപ്നങ്ങളും വചനം എടുത്തു വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അത് വേറെ ആത്മാവാണ്. ഹല്ലേലൂയ. സഹോദരം, ജനത്തെ കളിപ്പിക്കാൻ ദൈവത്തെ കളിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. ഒത്തിരിയായി നമ്മുടെ കർത്താവ് ഇടപെടും. സ്തോത്രം. സത്യവചനം കേൾക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ഒത്തിരി പോയിക്കൊണ്ടായിരിക്കുന്നു. അപ്പൊ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഏതൊരു പ്രവൃത്തിയും ഞാൻ അനലൈസ് ചെയ്യേണ്ടതില്ല. എന്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഈ വിഷയമായിട്ട് ചെല്ലുകയാണ്. എന്റെ കർത്താവിന് ഈ വിഷയത്തിൽ എന്താണ്
ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ്? ഇതാണ് ഞാൻ നോക്കേണ്ടത്. ഞാൻ വചനത്തിന് വിരുദ്ധമായിട്ടാണോ നിൽക്കുന്നത്? അവന്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണോ നിൽക്കുന്നത്? ഇത് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥമായി പ്രസംഗിക്കണം. അടുത്തത് എന്താ പറയുന്നത്? ഈ ദൈവത്തിന് കൊള്ളാവുന്നവൻ, ഞാൻ ആദ്യം പറഞ്ഞു, വീണ്ടും ഞാൻ പറയുന്നു, ഈ സംഘടനയ്ക്ക് കൊള്ളാവുന്നവനായിട്ടല്ല. ഈ മിക്ക പ്രസ്ഥാനങ്ങളും ആരംഭ ദിശയിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വരുന്നവർ പറയും, നിങ്ങൾ ഇത്ര ആത്മാക്കളെ നേടി എന്ന് ഇത്ര വർഷം കൊണ്ടല്ലേ, വന്നിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് സെൻട്രൽ നിന്നോ എവിടെ നിന്നാണോ, നാരകത്തിൽ നിന്നാണോ, ഇവരെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ല അടുത്ത ചർച്ചിന് അതിന്റെ പ്രോഗ്രസ് കൊടുക്കാൻ വേണ്ടി റെഡി. അപ്പൊ ഇച്ചിരി ഇവർ ഓടി നടന്ന് പ്രവർത്തിക്കണമെന്നാ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ ഓടി നടക്കുന്നവര് ഈ ആടിനെ പെടുത്തുവാന്നറിയാവോ? ഈ ഓടി നടക്കുന്ന മിക്കവരും കൊണ്ടുവരുന്ന പ്രോപ്പർ ചാനലിലല്ല. ഹല്ലേലൂയ. അപ്പോൾ എന്താ ഇത് നടക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന വിധത്തിലാണ് നിന്റെ ശുശ്രൂഷയെങ്കിൽ ദൈവാത്മാവിന്റെ ഹിതമനുസരിച്ച് നടക്കുകയുള്ളൂ. നീ പ്രസാദിപ്പിക്കും ദൈവത്തെ തന്നെയായിരിക്കും. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ദൈവാത്മാവിനനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷെ സംഘടനയുടെ നിയമം അനുസരിച്ചുകൊണ്ട് ചെയ്യുമ്പം ഇതുപോലെ കുറെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ ദൈവത്തിന് കൊള്ളാവുന്നതിനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വില കൊടുത്തേ പറ്റുകയുള്ളൂ. മനുഷ്യന് കൊള്ളാവുന്നതിനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത് വില കൊടുത്തേ പറ്റുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സംഘടനയ്ക്ക് കൊള്ളാവുന്നതെന്നല്ല, ദൈവത്തിന് കൊള്ളാവുന്നവൻ. ഇന്ന് സംഘടനകൾ പണ്ട് പറയുന്ന പോലെ എന്താ പറയുന്നത്, വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുക. ഇന്ന് വേലികൾ ഒത്തിരി, പല സംഘടനയാകുന്ന വേലികൾ ഇരുന്ന് വിളവ് തിന്നുകൊണ്ടിരിക്കുക. ഇന്ന് അനേകർക്ക് കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുമ്പോഴല്ല, സംഘടനയെ കുറിച്ച് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അനേകർക്ക് സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വേദനയാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ സാരമില്ല, അത് എന്താ പറയുക, സുവിശേഷ വിരോധികൾ പറയുന്നല്ലേ, അത് രക്തസാക്ഷിയായ മാറിക്കോളൂല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതങ്ങ് വിടും. മനസ്സിലാവുന്നത്. പക്ഷെ സംഘടനയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സ്വത്രം അവന് തീവാറുന്ന അഭിഷേകം കാണാൻ പറ്റും. എന്തുകൊണ്ടാ? സംഘടനയാണോ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നത്? വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നുള്ളൂ. ദൈവവേല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വേണം ചെയ്യുവാൻ. കാരണമില്ല എന്നാ പറ്റും? അവിടെ എഴുതി വെച്ചിട്ട് ലജ്ജിച്ചു പോവും. ദൈവാത്മാവ് പറയുന്നത് കേൾക്കാതെയാണ് നിന്റെ വേലയെങ്കിൽ നീ ലജ്ജിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നല്ലേ. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ഈ ദൈവത്തിന് കൊള്ളാവുന്നവനാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. സംഘടനയിൽ നിൽക്കുന്നതെല്ലാം ദൈവത്തിന് കൊള്ളാവുന്നതല്ല. ചിലർ അഭിഷേകം ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ടോ കേട്ടോ? വേലയ്ക്ക് വിളിയില്ലാതെ അഭിഷേകം ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ടാലന്റ് കാണോ, ഒന്ന് പാട്ട് പാടാനോ, കീബോർഡ് വായിക്കാനോ, ഗിത്താർ വായിക്കാനോ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനോ കഴിവുണ്ട്, എന്നിട്ട് ദൈവവേല വരുന്നവരുണ്ട്. ഇതൊന്നും അല്ല. യഥാർത്ഥ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയും നീ എന്ത് ചെയ്യണമെന്ന്. ഇന്ന് അതല്ല. സംഘടന എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇന്ന് ആരും റെഡിയല്ല. കാരണം എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുമ്പോൾ ആ വഴിക്ക് പോകുമ്പോഴേ അവിടെ പ്രത്യേകിച്ച് പബ്ലിസിറ്റി കിട്ടത്തില്ല. മനസ്സിലാവുന്ന? പബ്ലിസിറ്റി കിട്ടത്തില്ല, മറ്റുള്ളവരെ അത് ഗവനിക്കത്തില്ല. ദൈവാത്മാവ് അവൻ ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്താലാണ് മാനം വരുന്നത്. പക്ഷെ ആ മാനത്തെക്കാൾ വലിയതായിട്ട് മനുഷ്യരുടെ മാനത്തിന് വില കൊടുക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ പറയുന്ന, ദൈവം പറയുന്നതിനേക്കാൾ അധികം മനുഷ്യർ പറയുന്നതിന് വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവവേല മനുഷ്യനെ സേവിക്കുന്നതല്ല, ദൈവവേല ദൈവത്തെ മാത്രം സേവിക്കുന്നതായിരിക്കണം. ആമേൻ. വായിച്ചാട്ടെ. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു. അവിടെ രണ്ടുപേരുടെ പേര് പൗലോസ് തിമോത്തിയോസിന് എടുത്ത് എഴുതുക. രണ്ടുപേര് വിശ്വാസത്തിൽ നിന്ന് പോയി.
കാര്യം പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തും? നമ്മൾ സ്വർഗത്തിലിരിക്കുകയല്ലേ, അല്ലെങ്കിൽ സ്വർഗീയ യെരൂശലേമിലിരിക്കുകയല്ലേ പുനരുത്ഥാനം കഴിഞ്ഞെങ്കിൽ. അപ്പോൾ അവിടെ കുറെ പേര് പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. അവര് പൗലോസിന്റെ സാക്കിയിരിക്കുന്ന മിക്ക കൊരിന്തിലായിരിക്കും അല്ലെ, അവിടെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോ അവിടെ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉപദേശിച്ചോണ്ട് ചിലരെ അവിടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്, മറിച്ച് കളയുന്നു. ഈ മറിച്ച് കളയുന്നവരെയൊക്കെ കണ്ടാലേ ഈ സ്തോത്രം കർത്താവിന് കൊള്ളാവുന്നതിനായിട്ട് നിൽക്കുന്നവനൊക്കെ ഈ മറിച്ച് കളയുന്നവനോട് പ്രതികരിക്കത്തുള്ളൂ. സഭയ്ക്കകത്ത് ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ അവനോട് പ്രതികരിക്കുന്ന ആരാന്നറിയാവോ? ദൈവം വേലയ്ക്ക് വിളിച്ചവന് മാത്രമേ പ്രതികരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യന് കൊള്ളാവുന്നവനായും ഹല്ലേലൂയ സംഘടനയ്ക്ക് കൊള്ളാവുന്നവനായിട്ട് നിൽക്കുന്നവനൊന്നും നാക്കനങ്ങത്തില്ല. കാര്യം അവൻ പേടിക്കുന്നത് മുഴുവൻ അവന്റെ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഞാനൊരു കാര്യം പറയാം, ഗ്രൗണ്ട് സപ്പോർട്ട് നോക്കുന്നവൻ സ്വർഗം കണ്ടിട്ടില്ല. ഗ്രൗണ്ട് സപ്പോർട്ട് കണ്ടവൻ ഒരിക്കലും സ്വർഗം കണ്ടിട്ടില്ല. സംഘടനയെ കണ്ടിട്ടുള്ളവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. വായിച്ചേ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. ആമേൻ. അപ്പൊ അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ആമേൻ. വായിച്ചോ അടുത്ത്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. അടുത്ത് ചിലത് മാന്യകാര്യത്തിനും ആമേൻ ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവിടെ നിന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയാവോ? അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും. നമ്മൾ ആദ്യം വായിച്ചല്ലോ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ നോക്കുക, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനെ നിൽക്കുവാൻ നോക്കണം. അപ്പൊ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. ദൈവസന്നിധിയിൽ ലജ്ജിപ്പാൻ മാനിക്കപ്പെടണം, ദൈവസന്നിധിയിൽ മാനിക്കപ്പെടണം. അവരെ കുറിച്ച് ഞാൻ പറയാം, അവർ പൊന്നും വെള്ളിയുമാണ്. സത്യവചനത്തിൽ പ്രസംഗിക്കുകയും ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കുന്നവനുണ്ടോ, അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രമാണ്. പക്ഷെ ഒരു വീട്ടിൽ വേറെ സാധനങ്ങളുണ്ട്. എന്നതാ? മരവും മണ്ണും കൊണ്ടുള്ള സംഘടന നോക്കിപ്പോകുന്നവനും മനുഷ്യന്റെ മുഖം നോക്കിപ്പോകുന്നവനും സാഹചര്യം നോക്കിപ്പോകുന്നവനൊക്കെ അതും മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന കാര്യം എന്നാണെന്നറിയാമോ? മേജർലി എല്ലാം കാണുന്നത് ഈ മരവും മണ്ണും കൊണ്ടുള്ളതാ കണ്ടോണ്ടിരിക്കുന്നത്. മിക്കയിടത്തും ചെന്നാൽ കാണുന്നത് ഈ മരവും മണ്ണും കൊണ്ടുള്ള ശുശ്രൂഷയാ. മരവും മണ്ണും കൊണ്ടുള്ള ശുശ്രൂഷയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മരവും മണ്ണും കൊണ്ടുള്ള മാത്രമാണ്. അതാണ് ഇന്ന് എവിടെ ഇരിക്കുന്ന അറിയാവോ? കക്കൂസിൽ ഇരിക്കേണ്ടത് പലരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുക അല്ലേ? എന്നിട്ട് പറയും ഇതാണ് പാത്രമെന്ന്. എന്താ കുഴപ്പമെന്നറിയാവോ? തൻ്റെ ജീവനെ വിലയേറിയതായിട്ട് എണ്ണുന്നവർക്ക് വരുന്ന അബദ്ധമാണിത്. തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നവർക്ക് വരുന്ന ഒരു വലിയ അബദ്ധമാണ് മരവും മണ്ണും കൊണ്ടുള്ളവരുടെ മുമ്പിൽ പോയിരിക്കേണ്ടി വരിക അല്ലേ? ഹീനകാര്യത്തിന്റെ മുമ്പിൽ പോയിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഇതൊരു വലിയ വീടാണ്. ദൈവസഭ ഒരു വലിയ വീടാണ്, ശരി തന്നെ. അതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി തീരണമെന്നുണ്ടെങ്കിൽ നിന്റെ പ്രാണനെ വിലയേറിയതായിട്ട് നീ എണ്ണരുത് കേട്ടോ. ഹല്ലേലൂയ. പ്രാണൻ വെച്ചിട്ട് നീ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. എൻ്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും ഞാൻ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ്. നീ ഒരു പാപം ചെയ്താൽ, നീ ഒരു കുറ്റം ചെയ്താൽ മനുഷ്യന്റെ മുമ്പിലല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അടുത്ത ദിവസം ദൈവസന്നിധിയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വൈകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. അവനിൽ ക്രിസ്തുവിനെ ഭയപ്പെടുന്നവൻ മാത്രം അത് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഭയമില്ലാതെ ഈ മരവും മണ്ണും കൊണ്ടുള്ളവരുടെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അവ എപ്പോ നോക്കിയാലും എന്ത് തെറ്റ് ചെയ്താലും ആ സാരമില്ലെന്നേ, കുഴപ്പമില്ലെന്നേ, മനുഷ്യന് കുറവുകൾ ഉണ്ടെന്നേ. കണ്ടോ, ജഡമാണ് പിന്നെ കയറുന്നത്. പക്ഷേ നീ ഒരു മാന്യകാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, സ്വത്ര പൊന്നും വെള്ളിയും കൊണ്ടാണ് നിന്റെ പണിയെങ്കിൽ ശ്രദ്ധിച്ചോണം, ഇത് ദൈവ പദ്ധതിക്കായിട്ടാണ് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മൾ ഒരുക്കപ്പെടുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അപ്പോൾ ഇന്ന് കാണുന്നത്, ഇന്ന് സംഘടനകളുടെ എല്ലാത്തും കാണുന്നത് ഈ മരവും മണ്ണും കൊണ്ടുള്ളതാണ് കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അതിനൊന്നും വേണ്ടെന്ന് വെക്കുന്നില്ല. കാരണം അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ.
പക്ഷെ ഇന്നൊരു പ്രശ്നം എന്താണെന്നറിയാവോ? ദൈവസഭയിൽ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. സത്യവചനം പിശാച് അത്രത്തോളം ആളുകൾ അനേകരുടെ കണ്ണ് കുരുടാക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെയും തന്റെ പ്രാണൻ വെച്ചുള്ള പ്രസംഗങ്ങൾ കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ. ഞാൻ തന്റെ പ്രാണനെ വെച്ചു കൊടുത്തുകൊണ്ട് സത്യം പറയുന്നവർ ഇന്നില്ല. ഇല്ല, ഉണ്ടായിരുന്നു. അനേക അപ്പച്ചന്മാരുണ്ടായിരുന്നു, അനേക ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മൺമറഞ്ഞുപോയി. ഇപ്പോൾ ഉള്ള ഒറ്റ എണ്ണം പറയുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? വായിച്ചേ, തുറന്നു വായിച്ചേ. ഇവയെ വിട്ടകന്ന് കണ്ടോ, ഇതിന് വെടിപ്പാക്കുക എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, വെടിപ്പാക്കുക. ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിലേ ദൈവത്തിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണിന് മുമ്പിൽ കൊണ്ടുവരണം, എങ്കിലേ ഇതിനെ ക്ലാരിറ്റി വരത്തുള്ളൂ. നിനക്ക് ഇത് ശോഭിക്കണമെന്നുണ്ടെങ്കിൽ നീ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണിന് മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ അവന്റെ മുമ്പിലല്ലേ വസിക്കുന്നത്, എനിക്ക് എങ്ങനെ പോസ്റ്റ് പറയാൻ കഴിയും? ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചുമ്പോ അതായത് അവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിന് വേണ്ടി നേടാൻ വേണ്ടി പ്രസംഗിക്കുന്നവരെല്ലാം ഹീനകാര്യങ്ങളിലാണ്. ആദ്യം ഞാൻ പറഞ്ഞു. അതിന് കൂടെ ഞാൻ പറയാം, അങ്ങനെ ഹീനകാര്യങ്ങളിലായിരിക്കുന്നവൻ മരവും മണ്ണുമുള്ളവനെ കുറിച്ച് ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞത് അവിടെ എന്തുണ്ടെന്ന് അറിയാമോ? അവിടെ അശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് വെടിപ്പാകണമെന്ന് പറയുന്നത്. ആരാ അശുദ്ധിയിൽ കിടക്കുന്നത് മനസ്സിലാവും? സത്യത്തിന് വേണ്ടി നിൽക്കാത്തവനൊക്കെയും മരവും മണ്ണും കൊണ്ടുള്ള പണികളുള്ള പാത്രങ്ങളെ സ്തോത്രം, അതിൽ അശുദ്ധിയുണ്ട് അല്ലേ? വെടിപ്പാക്കണമെന്ന് പറയുന്നത്. എന്നാൽ സ്തോത്രം പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രമാണോ? മനസ്സിലാക്കണം, അത് മാനിക്കപ്പെടും. ആളുകൾ ഈ ലോകത്തിലല്ല, ഇവിടെ ഒരു മാന്യതയില്ല. ഇന്ന് കാണുന്ന ഒരു വലിയൊരു ഭവനം, മരിച്ച് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ശുശ്രൂഷ തികച്ചതിനുള്ള മൊമെന്റവും ശുശ്രൂഷ തികച്ചതിനുള്ള കാര്യങ്ങളൊക്കെ ഭൂമി കൊടുത്തോണ്ടിരിക്കുക. ശ്രദ്ധിച്ചോ? എത്ര പേര് അതിനെക്കുറിച്ച് ഒരു കാര്യം, അതിന് ഓട്ടം തികച്ചിട്ടില്ലെന്നേ. ജീവകിരീടം പ്രാപിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ? ഓടിക്കഴിയുമ്പോഴല്ലേ, ഫിനിഷിംഗ് പോയിന്റ് കഴിയുമ്പോഴാണ് കിട്ടുന്നത്. ഇവിടെ ചിലർ ജീവിച്ചിരിക്കുമ്പോഴാണെന്ന് ഓർക്കണം എന്തോന്ന് കിട്ടുന്നത്, ആ മൊമെന്റം കിട്ടുന്നത്. അതല്ല മനസ്സിലാക്കണം. മനുഷ്യനെ മാനിച്ചാൽ മാന്യതയാകത്തില്ല. നാം മാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെളിപ്പാടിൽ നിന്ന് കാര്യം പറയാം. അനശ്വരനാകുന്ന ദൈവസന്നിധിയില നിത്യമായ ശരീരത്തോടുകൂടെ അവന്റെ തേജസ് പ്രാപിച്ച് അവനോടുകൂടെ വാഴുമ്പോൾ അവന്റെ കരത്തിൽ നിന്ന് കിട്ടുന്ന ജീവകിരീടം വെച്ചുകൊണ്ട് നാം വസിക്കുന്നുവെങ്കിൽ അതാണ് മാന്യത എന്ന് പറയുന്നത്. അളവിയ നമ്മൾ അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വെള്ള വിലയെങ്ക് ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പ് നാമും വെള്ള വിലയെങ്ക് ധരിച്ച സ്തോത്രം ഇതുപോലെ തന്നെ ദൈവവചനപ്രകാരം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കിരീടത്തെയും വെച്ച് അവന്റെ മുമ്പിൽ നമ്മൾ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെയാണ് മാന്യത. അവിടെ കിട്ടുന്ന മാന്യത 60, 70, 80 വയസ്സ് കൊണ്ട് തീരുന്നതല്ല, നിത്യ യുഗായുഗങ്ങളാണ്. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോ ആ ഒരു നേരത്തെ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയോ വിദേശത്തെ ട്രിപ്പിന് വേണ്ടിയോ പ്രോസ്പെരിറ്റി പ്രസംഗിച്ചോണ്ടിരിക്കുന്നതിനൊക്കെ വല്ല വിധേന അവിടെ വന്ന അവനൊക്കെ പുറകിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ നിന്ദിച്ച് ലജ്ജിച്ച് എല്ലാരെയും സത്യവചനത്തിന് വേണ്ടി നിന്നവരെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ സഹോദരൻ, ഇവൻ ഈ ആയുസിൽ ഇവന്റെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവന്റെ പ്രസംഗം 100, 1000 ലക്ഷക്കണക്ക് പേരുണ്ട്. ഇവൻ പ്രസംഗിക്കുന്നവരൊക്കെ എല്ലാം കാണാപ്പാടവാ. അങ്ങനെ തേജസ് പ്രാപിച്ചവരെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ അനേക വ്യക്തികളെ വഞ്ചിച്ച് തലമുറയിൽ ഇരിക്കുന്നവർ അവിടെ ഉണ്ടെങ്കിൽ, ഞാൻ പറയാൻ കാണത്തില്ല, പക്ഷെ ഞാൻ പറയും ഉണ്ടെങ്കിൽ അല്ലെ, ആ പുറകിൽ ഇരിപ്പുണ്ടെങ്കിൽ എത്ര വലിയ അപമാനമായിരിക്കും. നിത്യലജ്ജയ്ക്കായിട്ടല്ലേ, നിത്യലജ്ജയ്ക്കായിട്ട് എടുക്കപ്പെടും. വായിച്ച വാക്യം കിട്ടിയോ? ദാനിയേൽ പ്രവചനത്തിന്റെ അകത്താ. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായും. ലജ്ജയ്ക്കായെന്നാണോ നിത്യലജ്ജയ്ക്കായെന്നാണോ? ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ
പോലെയും ആ. എന്നും എന്നേക്കും പ്രകാശിക്കും. നമുക്കൊന്നും കൂടെ വായിക്കാം. 12:2. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ആ നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ആ ഉണരും. ആ ഓക്കെ. ആ എന്നാൽ ബുദ്ധിമാന്മാർ ആ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും ആ പലരെയും നീതിയിലേക്ക് ഇരിക്കുന്നവർ. ഇവിടെ ശ്രദ്ധിക്കണം, അത് ആരെ കുറിച്ചാ? ഇത് ദൈവസഭയെ കുറിച്ചാ പറയുന്നത്. ആളുകൾ അവിടെ വായിക്കുന്നെന്താണ്? എന്നാൽ ബുദ്ധിമാന്മാർ, ബുദ്ധിമാൻ ഏകനെ കുറിച്ചല്ല, അനേകരെ കുറിച്ചാണ്. അപ്പൊ സഭയെ കുറിച്ച് തന്നെയാണ്. സ്തോത്രം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും സ്തോത്ര പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങൾ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇന്നത്തെ സഭകളുടെ അകത്ത് നീതിയിലേക്ക് തിരിക്കണം കേട്ടോ. ക്രിസ്തുവാണ് നമുക്ക് നീതിയായി തരുന്നത്. അവന്റെ രക്തത്താലാണ് നാം പ്രായശ്ചിത്തമായി തരുന്നത്. യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ നീതിമാന്മാരായി തരുന്നത്. നമ്മളുടെ ഗുണം നോക്കിയല്ല. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ നമ്മളെ എത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി നീതിയായി വെളിപ്പെട്ട ആ വിലയേറിയ നാമത്തെ ഉയർത്താത്തവരെല്ലാം നിത്യ നിന്ദയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായി തീരും. ഹല്ലേലൂയ. നിത്യ ലജ്ജയ്ക്കായി തീരും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അവിടെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യ ജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യ നിന്ദയ്ക്കായും. കണ്ടോ, ഇവിടെ അനേക പ്രസ്ഥാനങ്ങളും അനേക ഹല്ലേലൂയ പ്രോഗ്രാമുകളും നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വലിയ മീറ്റിങ്ങുകളെല്ലാം നടത്തിയവരൊക്കെയും അവിടെ ലജ്ജയ്ക്കായിട്ട് തീരുന്ന ഒരു കാലഘട്ടം വരും. കാര്യം അവര് സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചില്ല. വലിയ കുറ്റം തന്നെയാണ് അല്ലേ? അത് വലിയ കുറ്റം തന്നെയാണ്. ഒന്നുകൂടെ വായിച്ച ഭാഗം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നമുക്ക് അടുത്ത സ്വന്തം. അപ്പൊ എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന തേജസ്സുണ്ട്. ഇത് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ തേജസ് ഇല്ലേ? അവന്റെ മുഖപ്രകാശം നമ്മളിൽ വന്ന് നമ്മളിൽ പ്രതിബിംബിക്കും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തേജസ്സും നമ്മളിൽ വരുന്ന ക്രിസ്തുവിന്റെ തേജസ്സും. ഇത് ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളിൽ നിന്നും പുറപ്പെടുന്നു ഈ തേജസ്. ഈ തേജസ്സാണ് സ്വർഗീയ യെരൂശലേമിനെ പ്രകാശിപ്പിക്കുന്നത്. അവിടെ എല്ലാവിധ രത്നങ്ങൾ കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന ആ മനോഹര പട്ടണത്തിൽ ഈ ദൈവത്തിന്റെ തേജസ് വരുമ്പോൾ ഇത് സകല കണ്ണുകൾക്കും ആനന്ദകരമായിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ വലിയൊരു പദ്ധതിക്കാണ് സ്വർഗത്തിൽ നമ്മൾ ഒരുക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിത്യ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിട്ട് ഉണരുന്നവരുണ്ടല്ലോ, അവരെ കാണേണ്ട ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ സ്തോത്രം അതിന്റെ 21-ാം വാക്യം മുതൽ നമുക്ക് 21-ഉം 22-ഉം 23 നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം. എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. അതായത് എന്റെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്നറിയാം? നമ്മുടെ ശുദ്ധീകരണമാണ്. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ വാക്യം വായിച്ചോ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. അത് തുറന്നു വായിക്കണം. അതിന്റെ ഇടയ്ക്ക് തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 2-ഉം 3-ഉം വാക്യം ഞാൻ വായിക്കാം. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ഉം 3-ഉം. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്തത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കള്ള പ്രവാചകന്മാർ ഒരിക്കൽ കർത്താവിന്റെ അടുക്കലേക്ക് നിത്യ നിന്ദയ്ക്കായിട്ട് എഴുന്നേറ്റ് വരും. അത് വരുന്ന എപ്പോഴാണെന്നറിയാവോ? ഹല്ലേലൂയ. അത് കർത്താവിന്റെ വരവുകളല്ല, വെള്ള സിംഹാസന ന്യായവിധിയിലാണ് എഴുന്നേറ്റ് വരുന്നത്. ദുഷ്ടന്മാരോടുകൂടെ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഈ ദുഷ്ടന്മാരോടുകൂടെ നിത്യ ലജ്ജയ്ക്കായിട്ട് അവർ എഴുന്നേറ്റ് വരും.
അവർ എഴുന്നേറ്റ് വന്ന് വെള്ള സിംഹാസനം വെക്കുന്ന സമയത്ത് അവിടെ വന്ന് കർത്താവിനോട് വന്ന് സംസാരിച്ച് കർത്താവിനോട് ഒരു കർത്താവെ നീ ഞങ്ങളെ അറിയുന്നില്ലേ, അവരോട് പറയും കർത്താവേ കർത്താവേ എന്ന് വിളിക്കും അല്ലേ. ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല വിഷയം. നിന്റെ ആയുസ്സിൽ ശുദ്ധീകരണത്തിന്റെ വഴി നീ കണ്ടിട്ടുണ്ടോ? നിന്റെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും സ്തോത്രം ഹാളലിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അറിയത്തുള്ളൂ. അറിയാം, പക്ഷെ അത് ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണത്തില്ലെന്നുള്ളത് അറിയാവോ? അപ്പോൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കാതെയും പ്രവാചകനായിട്ടിരിക്കാന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? ഈ ആയുസ്സിൽ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കാനും പ്രവാചകനായിട്ടിരിക്കാം, പ്രവചിക്കാം, വിഷയങ്ങൾ വെളിപ്പെടാം, രോഗശാന്തി ശുശ്രൂഷ നടത്താം, ഭൂതശാന്തി ശുശ്രൂഷ നടത്താം. അതൊന്നുകൊണ്ടും മകനെ നീ ദൈവത്തിന്റെ ദാസനാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? വളരെ ആഴമുള്ള കാര്യമാണ്. ശുദ്ധീകരണത്തെ കുറിച്ച് നിനക്ക് വെളിപ്പെടാതെ ഇരിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു എന്ന് നിന്റെ ശുദ്ധീകരണത്തിനാണെന്ന് നിനക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴും നീ പ്രവചിക്കുന്നേ, നീ മർമ്മങ്ങളെ പറയുന്നേ, പക്ഷേ നീ ദൈവത്തിന്റെ ദാസനല്ല. വാക്യം വായിച്ചേ 7-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച് എന്നോട് കർത്താവേ കർത്താവേ 21 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാതെയും പ്രവാചകനായിട്ടിരിക്കാം, ക്രിസ്തുവിനെ വെളിപ്പെടാതെയും പ്രവാചകനായിട്ടിരിക്കാം. മനസ്സിലായോ? ക്രിസ്തുവിനെ വെളിപ്പെടാതെയും പ്രവാചകനായിട്ടിരിക്കാന്നേ, പ്രവചിക്കാൻ പറ്റൂന്നേ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂന്നേ. അതിനാണ് മറ്റൊരാത്മാവ് തെസ്സലോനിക്ക ലേഖനത്തിന്റെ അത് കിടപ്പുണ്ട്. ആളുകൾ ആ ആത്മാവ് നിന്നെ നടത്തും. ബോഷ്കിന്റെ ആത്മാവ് അത് പ്രവചിപ്പിക്കും. നിന്റെ പ്രവചനത്തെ കേൾക്കുമ്പോ നിന്റെ ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവർ നിന്റെ ആത്മാവിനാൽ നിന്റെ വായിലെ പ്രവചനം കേൾക്കുമ്പോൾ അവർ കൈയടിക്കും, ആരാധിക്കും. പക്ഷെ അത് പരിശുദ്ധാത്മാവല്ല. കാരണം എന്നാ? ദൈവത്തിന്റെ ആത്മാവുള്ളവൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാരും വിവേചിക്കപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാ നടക്കുന്നത് എന്ന് പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലായി? അത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് മനസ്സിലായത്. പരിശുദ്ധാത്മാവില്ലാതെ നിനക്ക് ഈ തിരുവെടുത്ത് മനസ്സിലാകത്തില്ല, അടുത്ത മർമ്മങ്ങൾ മനസ്സിലാകത്തില്ല, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെയും ചട്ടങ്ങളെയും അറിയത്തില്ല. അത് പരിശുദ്ധാത്മാവിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതേ എഴുതിയ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ഈ വിധത്തിലാണ്. പ്രവാചകന്മാർക്ക് പരിശുദ്ധാത്മാവില്ലാതെ പ്രവചിക്കാൻ പറ്റും, പ്രവാചകനായിട്ടിരിക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ എന്ന് വെച്ചാലോ അപ്പോസ്തലൻ എന്ന് വെച്ചാലോ പ്രോഫറ്റ് എന്ന് വെച്ചാലൊന്നും പ്രോഫറ്റ് ആകില്ല, അപ്പോസ്തലനല്ല, പാസ്റ്റർ ആകത്തില്ല. ആത്മാവ് കൊണ്ടാണ് നീ അപ്പോസ്തലനാണോ എന്ന് തീരുമാനിക്കുന്നത്, നീ ഇടയനാണോ എന്ന് തീരുമാനിക്കുന്നത്, പ്രവാചകനാണോ തീരുമാനിക്കുന്നത്. അഭിഷേകത്താലാണ്. ഏതഭിഷേകം? പരിശുദ്ധാത്മാഭിഷേകം. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ അഭിഷേകങ്ങളുണ്ട് ഭൂമിയിൽ. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ വേറെ ആത്മാവിൽ അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതുപോലെ തന്നെ കാണിക്കും, അന്യഭാഷയും പറയും. പക്ഷെ അവർ ചായുന്നത് വരെയും ആ ആത്മാവ് ക്രിസ്തുവിനെ നിനക്ക് വെളിപ്പെടുത്തുമെന്ന് വിചാരിക്കണ്ട. അതാണ് പരിശുദ്ധാത്മാവും മറ്റൊരാത്മാവും തമ്മിലുള്ള വ്യത്യാസം. സ്വതം മരിക്കുന്നത് വരെയും ഈ ആത്മാവ് മറ്റൊരാത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തത്തില്ല. അതാണ് അതിന്റെ കാരണം. ഹല്ലേലൂയ. കാരണം നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്നല്ല, വിശേഷം ദൈവം നിങ്ങളെ അറിഞ്ഞു. അപ്പോൾ നമ്മെ ദൈവം അറിയിക്കുന്നത് എങ്ങനെയാണോ? നമ്മെ ദൈവം അറിയുന്നത് നാം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് നമ്മെ ദൈവം അറിയുന്നത്. പരിശുദ്ധാത്മാവ് അല്ലാത്തതുകൊണ്ട് ദൈവം നിന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭൂമിയിൽ പറയും ഞാൻ അത്ഭുതം ചെയ്ത് അടയാളം ചെയ്യുന്ന കാരണം എന്നിൽ അഭിഷേകമാണ്, എന്നിൽ ദൈവാത്മാവാണെന്ന് പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് റിയലായിട്ട് പ്രാപിച്ചവർക്കറിയാം ഇത് മറ്റൊരാത്മാവ് ഈ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ അഭിഷേകം പ്രാപിച്ചത് ഇതുവരെ ക്രിസ്തുവിനെ വെളിപ്പെടുന്നില്ല, വിശുദ്ധി വെളിപ്പെടുന്നില്ല. ഒരു പാപം പോലും ജയിക്കാനുള്ള ശക്തി ആ അഭിഷേകത്തിനില്ല. വായിച്ചേ ആ വാക്യം. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ
പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കണ്ടോ, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ പറയുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം നടക്കുമ്പോൾ അന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അന്ന് അതൊക്കെ ചെയ്തില്ലേ? അതൊക്കെ ചെയ്തതിന് കാരണം കർത്താവ് നീ ഞങ്ങളെ അറിഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഭൂതം വിട്ടുപോകുന്ന രോഗസൗഖ്യമാകുന്ന ഒന്നും ദൈവത്തിന് വിഷയമല്ല, കർത്താവിന് വിഷയം. നീ നിന്റെ ആയുസ്സിൽ എന്റെ ശബ്ദം കേട്ടോ, എന്നോട് കൂടെ നടന്നോ, എന്റെ ആലോചന കേട്ടോ. അപ്പൊ മനസ്സിലാക്കണം, ദൈവാലോചന കേട്ട് ദൈവത്തോടു കൂടെ നടക്കുന്നവന് ഒരു പക്ഷേ പ്രവചനം നടന്നില്ലെങ്കിലും, രോഗസൗഖ്യം ആകില്ലേലും, ഭൂതം വിട്ടുപോയില്ലേലും ദൈവ കൃപയിലാണ് വിളിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിന്റെ മറവിടിച്ചോണ്ട് കുറെ പേര് അഭിഷേകം ഇല്ലാന്ന് നിൽപ്പുണ്ട്. ഇത് ഇങ്ങനെ കർഭാവരം ഉള്ളവരെല്ലാവരും പിശാചിനാലാണെന്ന് പറഞ്ഞ് അഭിഷേകമില്ലാതെ പാസ്റ്റർമാരായവരുണ്ട്. അത് വേറൊരു കേട്ടോ, അത് ഇതിലും വലിയ ലൂസർ കേട്ടാണ് അവിടെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സ്റ്റെപ്പ് വെക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അന്ന് അനേകർ വന്നിട്ട് പറയുന്നു, കർത്താവേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതിന് കാരണം അഭിഷേകം ഉണ്ടായിട്ടാ, കാരണം നീ ഞങ്ങളെ അറിഞ്ഞിട്ടാ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ വിട്ടു പോ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ യഥാർത്ഥ രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അറിയണം. ദൈവം നമ്മളെ അറിഞ്ഞും നമ്മെ ഗ്രഹിച്ചും നമ്മുടെ ശബ്ദം കേട്ടും നമ്മളറിയാം. അതിനാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവന്റെ ആത്മാവ് പ്രാർത്ഥിക്കണം. ഈ കാറ്റഗറിയിൽപ്പെട്ടവന്റെ ആത്മാവ് പ്രാർത്ഥിച്ചിട്ടില്ല. അവരിൽ മറ്റൊരു അഭിഷേകം വന്ന് ജഡപ്രകാരം ജീവിച്ച് ഒരു പാപത്തെ പോലും ജയിക്കാനുള്ള ആലോചന ലഭിക്കാതെ അവർ ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ചെയ്ത് ജീവിക്കുക അങ്ങനെ സാധിക്കും. അത് പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. എത്രയോ പറയാനുണ്ടെന്നറിയാവോ? വായിച്ച ഭാഗം. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് വസിക്കാതെ പ്രവർത്തിക്കുന്നതെല്ലാം അധർമ്മമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാം പാപമാണ്. മനസ്സിലാകുന്നു? വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ആ ലെവലിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച കാര്യം എന്താണ്? നമ്മൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, നീ ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായിട്ട് നിൽക്കണം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, തിമോത്തിയോസിനോട് ഈ കാര്യം പറയുമ്പോൾ ഇവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവന് സത്യവചനം പ്രസംഗിക്കാനാണ് മനസ്സ് ഉണരുന്നത്. മറ്റുള്ളവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ അത്ഭുതം അടയാളം ചെയ്യുന്നതിലാണ് അവരുടെ ഫോക്കസ്. പക്ഷേ ഒരു അപ്പോസ്തലൻ തന്റെ കൂടെ ഇരിക്കുന്ന തിമോത്തിയോസിനെ പോലൊരു ദൈവദാസന് എഴുതി കൊടുക്കുന്ന കാര്യം വചനം പ്രസംഗിക്കണമെന്നാ, അല്ല എല്ലാ സഭയിലും പോയി നീ അത്ഭുതം ചെയ്യണമെന്നല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പത്രോസിന്റെ പ്രസംഗം, 3000 പേര് രക്ഷിക്കപ്പെട്ട പ്രസംഗത്തിന്റെ അകത്ത് നമ്മൾ എടുത്ത് വായിക്കണം. അതിൻ്റെ അകത്ത് രോഗശാന്തിയെ കുറിച്ച് മിണ്ടുന്നില്ല. പത്രോസിന്റെ പ്രസംഗത്തിന്റെ അകത്ത് സ്തേഫാനോസ് പ്രസംഗിച്ചു രക്തസാക്ഷിയാകുന്നതിന് മുമ്പ്, ഒരു വാക്ക് അവിടെ രോഗശാന്തിയെ കുറിച്ച് പറയുന്നില്ല. റോമിൽ ചെന്ന് പൗലോസ് പ്രസംഗിച്ചു, അതിൻ്റെ അകത്ത് ഒരിടത്ത് രോഗശാന്തിയെ കുറിച്ചൊരു വാക്കില്ല, ഭൂതശാന്തിയെ കുറിച്ചൊരു വാക്കില്ല. അപ്പോൾ ഈ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് അത് സാധിക്കുന്നുണ്ട്. അത് അഭിഷേകമാണ്. അവരുടെ പ്രസ്ഥാനം വളരട്ടെ. അത് ഈ ഭൂമിയിലല്ലേ, അത് ഈ ഭൂമിയിലല്ലേ. മനസ്സിലാക്കണം, അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഉയരുന്നതിനെ കണ്ടുകൊണ്ട് മനസ്സ് ഭാരപ്പെടുന്നത്. നിന്നിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഈ ചിന്തയൊന്നും വരത്തില്ല. അപ്പോൾ അഭിഷേകമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ശക്തിയുക്തം പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ആ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നതിന് എവിടെയെങ്കിലും ഒരു കുറവ് വന്ന മകനെ, നീ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് അല്ലെ 7-ാം അധ്യായത്തിലേക്ക് നീ പോകും. തിമോത്തിയോസ് 7-ന്റെ 21-ാം വാക്യത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലേ? അത് പോകാതിരിക്കാനാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മറുവശത്ത് സ്തോത്രം വീട്ടിൽ കഷ്ടപ്പാട് കൂടി ദൈവവേലയ്ക്ക് വന്നവരും അപ്പനും അമ്മയും നേർന്ന് ദൈവവേലയ്ക്ക് വന്നതും
സഹോദരൻ പിന്നെ എന്താ പറയാ, ഒത്തിരി പറയാനുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ മനസ്സിപ്പം സത്യം പറഞ്ഞാൽ വരുന്നില്ല. ഇതുപോലെ പല പറഞ്ഞില്ല, പാടാൻ കഴിവ്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിവ്, അല്ലെ മറ്റെന്തെങ്കിലും നല്ലപോലെ ലീഡർഷിപ്പിന് കഴിവ്, ഇതൊന്നും നോക്കിയല്ല. നിന്നിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം, വേലക്കായിട്ട് അഭിഷേകം ചെയ്യപ്പെടാത്തവര് വന്നാൽ അവരും ഈ കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. കാര്യം ഇതുവരെ അവർക്ക് ഈ ദൈവശബ്ദം എന്നാന്ന് മനസ്സിലാവുന്നില്ല. ദൈവശബ്ദം എന്നാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാ, ഇന്നും വേലക്കാർ ചുരുക്കമാ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന കള്ളന്മാരേറെയുണ്ട്, പക്ഷെ വേലക്കാർ ചുരുക്കമാ. വിളിക്കപ്പെടാത്തവർ അനേകരുണ്ട്, വേലക്കാർ യഥാർത്ഥ ഒറിജിനലും ചുരുക്കമാ. ഈ വചനം ഇത് പറയാൻ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. ആമേൻ, സ്തോത്രം. അത് നമ്മൾ അവിടെ വായിക്കുന്നു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ ഇല്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും എന്ന് വെള്ളസിംഹാസനത്തിന്റെ നടുവിൽ അവിടെ ചെന്ന് പാപികളോട് നിൽക്കുമ്പോൾ നീ അന്ന് ഓർക്കുന്നില്ലേ? നീ ഓർക്കുന്നില്ലേ? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ വിട്ടുപോകാൻ പറഞ്ഞ് നീ ഓർക്കുന്നില്ലേ? അതായത് ഇവർക്ക് രക്ഷാനുഭവം ഇല്ലാതെയാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. രക്ഷാനുഭവം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് പറയാൻ ഉള്ള ആത്മാവ് ഇവരിലില്ല. മനസ്സിലാവും? നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് എത്ര വലിയതാണെന്നറിയാവോ? നമ്മുടെ രക്ഷ എവിടെയെങ്കിലും പോസ്റ്ററിലും ബാനറിലും ഇരിക്കുന്നല്ല. പ്രോഫറ്റെന്നും അത്ഭുത സിദ്ധനെന്നും ഒരു ഭയങ്കര വിടുതൽ ശുശ്രൂഷ, ഹീലിംഗ്, ഈ വക വിളച്ചിലും മലിനതയല്ല. അതുകൊണ്ട് മനസ്സിലായി അനേകർക്ക് രക്ഷാനുഭവം ഇല്ല. ഞാൻ പറയട്ടെ, രക്ഷാനുഭവം ഇല്ല. അവർ രക്ഷിക്കപ്പെടാതെ ഇരിക്കുക തന്നെ അവർക്ക് ലോകത്തെ പ്രസവിക്കാം, ലോക മനുഷ്യനെ കയ്യിലെടുക്കാം. ഈ പേര് പറഞ്ഞ് ലോക മനുഷ്യനെ കയ്യിലെടുക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥ തിമോത്തിയോസുമാര് അപ്പോഴും ദൈവാത്മാവിനാൽ പ്രേരിതമായിക്കൊണ്ടിരിക്കും. അവരപ്പോഴും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവരെ ബലപ്പെടുത്തിക്കൊണ്ടുമിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ചർച്ചിന്റെ പേര് എഴുതി വെച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ലേബൽ വെച്ചെന്ന് വെച്ചോ, ഒരിക്കലും അവർ ദൈവസഭയാകണമെന്ന് പോലും ഇല്ല. അവർ സംഘടന ദൈവത്തിന്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ പോലുമല്ല. ഹല്ലേലൂയ. അവർ ദൈവത്തോടല്ല. മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ, ഈ സത്യവചനം പ്രസംഗിക്കാത്തവൻ ദൈവത്തെ കളിപ്പിച്ചിട്ടാ വെക്കുന്നത്. മനുഷ്യനാകുന്ന നീ പോകുന്നു സൂക്ഷിക്കണം, നിന്നെ അവൻ കൊന്നു കൊല കുടിക്കും. മനസ്സിലാവുന്ന കാരണം എന്താണെന്നറിയാം? അവൻ ദൈവത്തെ കളിപ്പിച്ചിട്ടിരിക്കുക. അവന്റെ മുമ്പിൽ ഒന്നും തടസ്സമില്ല. ക്രൈംസ് എവിടെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ടോ അവിടെയല്ല ഈ മറ്റൊരാത്മാവിനാൽ നടത്തപ്പെട്ടിട്ട് തന്നെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വരവ് വളരെ അടുക്കലായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങാൻ നമുക്ക് ആ തിമോത്തിയോസിന്റെ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കും. അടുത്ത ചില വചനങ്ങളെ നമുക്ക് വായിക്കാം. സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ സ്തോത്രം കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ സ്തോത്രം അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി. ഇത് പൗലോസിന് അറിയാം. എന്നാൽ ഈ നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അകത്ത് 21-ാം വാക്യം മുതൽ വായിക്കുന്ന ആ കാറ്റഗറിപ്പെട്ടവർക്ക് ആർക്കും ദൈവം ഇങ്ങനെയുള്ളവനാണെന്ന് അറിയത്തില്ല. അവർ നോക്കുന്ന എന്നാന്നറിയാം, ഞാൻ സ്തോത്രം പറഞ്ഞ് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കൈവച്ചപ്പോൾ ഭൂതം ഇങ്ങനെ ഇളകുന്നത് കൊണ്ട് നീ എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ അവിടെ അഡ്രസ്സും പേരും ആധാർ നമ്പർ എല്ലാം പറഞ്ഞു തന്നു. ഇനി ഇന്നടത്തേക്ക് കടലിന്റെ അടിയിലേക്ക് പോകുന്നു പറയുമ്പോഴത്തേനും കടലിന്റെ അടിയിലേക്ക് പോകുന്നു, പോത്തിന്റെ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇത്ര വർഷമായി 15 വർഷമായിട്ട് ഭൂതശാന്തി ഈ പറയുന്ന മനുഷ്യരെ സൂക്ഷിച്ചോണ്ട് ഇവർക്ക് ഇതുവരെ വാചനം അറിയത്തില്ല. അത് ഇതുകൊണ്ടാണ് ഇവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ഇല്ലാതെ അവർ നടക്കുന്നത്. അവരിൽ പരിശുദ്ധാത്മാവല്ല, അവർക്ക് മറ്റൊരാത്മാവാണ്. അവർ ഒറിജിനൽ ഇവിടെ ഉള്ളതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയവർ ഇങ്ങനെ നടത്തപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് അറിയണമെങ്കിൽ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കണം. ഇതിനുള്ള മരുന്ന് ഒരു മരുന്നേ ഉള്ളൂ. എന്നാന്നറിയാമോ? അതിന്റെ മരുന്ന്? സ്തോത്രം. അതിന്റെ 2-ന്റെ 15 വായിച്ചേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിക്കുവാൻ ആ. സാധ്യതയില്ലാത്ത ആ. വേലക്കാരനായി ആ. ദൈവത്തിന് കൊള്ളാകുന്നവനായി ആ. നിൽക്കുവാൻ ശ്രമിക്കുക. ഈ വാക്യത്തിൽ പറയുന്ന നീ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന ആത്മാവ് ഇതിലുള്ളവർ വിട്ടുപോകും. നീ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവർ നിന്റെ തലയിൽ കയറും. അപ്പൊ ഒരിടത്ത് പോലും മൗനമായിട്ടിരിക്കരുത്. ഏത് വലിയ സ്വത്രം ഹാളിലെ പുളികൊമ്പേ കയറുന്ന പ്രവാചകനോ പ്രവാചകിയോ എന്ന് പറഞ്ഞാലോ വചനമില്ലെങ്കിൽ ചെവിയെ പിടിച്ച് വലിച്ചിറക്കി അങ്ങോട്ട് വിട്ടേക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിലപാടുകൾ വ്യക്തമാകണം. സ്വർഗീയ യെരൂശലേം വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിരുദാരും നശിപ്പിക്കുവാനിടയാകരുത്. ഇന്നീ പകൽ നേരം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലും പ്രിയപ്പെട്ടവർ പലരും കണ്ടിട്ടുണ്ട്. കർത്താവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. ഇന്ന് പകൽ നേരം കർത്താവ് എത്രയോ അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ